ഓം ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വസ്തുശാസ്ത്രോപദേശ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫെങ്ഷുയി ആൻഡ് ഇന്റഗ്രേറ്റഡ് വാസ്തു, ചൈനീസ് വാസ്തുശാസ്ത്രം എന്നറിയപ്പെടുന്ന ഫെങ്ഷുയിയും അതുപോലെ ഭാരതീയ വാസ്തുശാസ്ത്രം, ചൈനീസ് വാസ്തുശാസ്ത്രം ഫെങ്ഷുയി, അതുപോലെ മന്ത്ര കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതായത് വീടുകളുടെ ചില ദോഷങ്ങൾക്ക് മന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ദോഷപരിഹാരം, മന്ത്ര കറക്ഷൻസ്, അതുപോലെ യന്ത്ര കറക്ഷൻസ്, ചില യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ, ദോഷപരിഹാരങ്ങൾ, അതുപോലെ തന്നെ മെറ്റൽ കറക്ഷൻസ്, ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റൽ ഉപയോഗിച്ചുള്ള ചില കറക്ഷൻസ്, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം. ഇതൊരു റീസെന്റ് ഡെവലപ്മെന്റ് ആണ്. നമുക്കറിയാം ഭാരതീയ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഭാരതീയ വാസ്തുശാസ്ത്രവും അതുപോലെ തന്നെ ചൈനീസ് ഫെങ്ഷുയി എന്ന് പറയുന്നതും ഒക്കെ വളരെ വളരെ പുരാതനമായ ശാസ്ത്രങ്ങളാണ്. പക്ഷേ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇന്റഗ്രേറ്റഡ് വാസ്തു അല്ലെങ്കിൽ സംയോജിത വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഒരു കമ്പാരിറ്റീവ്ലി വളരെ അടുത്തുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഒരു ഇൻട്രഡക്ഷൻ തന്നു, ചുരുക്കിയൊന്ന് പറയാം. അതായത് ഫെങ്ഷുയി കറക്ഷൻസ്, ഒരു വീടിന്റെ വാസ്തുദോഷങ്ങൾക്ക് ഈ ഫെങ്ഷുയി കറക്ഷൻസ് അല്ലെങ്കിൽ ഫെങ്ഷുയി പരിഹാരങ്ങൾ ഭാരതീയ വാസ്തുശാസ്ത്രത്തെക്കാൾ കൂടുതൽ പരിഹാരങ്ങൾ ചെയ്യാനുള്ള പോസിറ്റീവ് എനർജി ടൂൾസ്, അതായത് അനുകൂല ഊർജ ഉപകരണങ്ങൾ, അത് ഈ ഫെങ്ഷുയി ശാസ്ത്രപ്രകാരം ധാരാളം പോസിറ്റീവ് എനർജി ടൂൾസ് ഉണ്ട്. അങ്ങനെ ഒരു വാസ്തുശാസ്ത്രപരമായ ഒരു ദോഷം ഒരു കെട്ടിടത്തിനുണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും. അപ്പോൾ ആ നെഗറ്റീവ് എനർജിയെ ഒരു പോസിറ്റീവ് എനർജി വെച്ച് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കാൻ പറ്റും. ആ നെഗറ്റീവ് എനർജി നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഒരു പോസിറ്റീവ് എനർജി ഉപയോഗിച്ചിട്ട്. കാരണം നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് കൂടുതലും ഈ ഫെങ്ഷിയിലുള്ള അനുകൂല ഊർജ ഉപകരണങ്ങൾ, പോസിറ്റീവ് എനർജി ടൂൾസ് ഉപയോഗിച്ചിട്ട് പല വാസ്തുദോഷങ്ങളും ആ ദോഷങ്ങളുടെ ശക്തിയെ നമുക്ക് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ സാധിക്കും. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിൽ ഫെങ്ഷിയില് രണ്ട് ശക്തികൾ, യിൻ ആൻഡ് യാങ്, അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്താണ്. കുറെ ഐറ്റംസും അതുപോലെ തന്നെ കുറെ സാധനങ്ങൾ മാത്രമല്ല, സാധനങ്ങള്, പല കർമ്മങ്ങൾ, അതുപോലെ എല്ലാം എക്സ്പീരിയൻസ്, എല്ലാം എന്തൊക്കെ വേർഡുകൾ എന്തൊക്കെ അല്ലെങ്കിൽ വാക്കുകൾ എന്തൊക്കെയുണ്ടോ ആ വാക്കിനെയൊക്കെ ചൈനക്കാര് ഇൻ എന്നും യാങ് എന്നും വന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ വാക്കുകൾ നമ്മൾ കാണിച്ചു, ഇന്നും യാങ് എന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചു. പുസ്തകത്തിലുണ്ട്, അത് പുസ്തകം നോക്കിയ പുസ്തകത്തിൽ റെഫർ ചെയ്താൽ പുസ്തകത്തിലുണ്ട്. ആ രണ്ടാമത്തെ പുസ്തകത്തില് ഫെങ്ഷി ഇന്റഗ്രേറ്റഡ് വാസ്തു എന്ന് പറയുന്ന ഭാഗത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മള് മൂന്ന് ശക്തികളെ പറ്റി പഠിച്ചു. അതായത് ടിയൻ ചായ്, ടെൻ ചായ്, റെൻ ചായ്. അതായത് സ്വർഗീയ ശക്തി, ടിയൻ ചായ് സ്വർഗീയ ശക്തി,
ടൈച്ചായി ടൈച്ചായി എന്ന് പറഞ്ഞാൽ ഭൗമിക ശക്തി, ഭൂമിയായിട്ട് ബന്ധപ്പെട്ട ശക്തി. റൺചായി എന്ന് പറഞ്ഞാൽ മാനുഷ്യ ശക്തി അല്ലെങ്കിൽ മാനുഷിക ശക്തി, ഹ്യൂമൻ ഫോഴ്സ്. ഇങ്ങനെ 3 ശക്തികളെ പറ്റി നമ്മൾ കൈലാസിൽ എടുത്തു. ഈ 3 ശക്തികളിൽ നമുക്ക് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ ഗുണദോഷ ഫലങ്ങളും ഈ 3 ശക്തികളിൽ ഏതെങ്കിലും ഒന്നിന്റെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കമ്പൈൻഡ് ആയിട്ടോ, ഈ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 3 ശക്തികളിലെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ആ സ്വാധീന ശക്തി കൊണ്ടോ ആണ് നമുക്ക് ജീവിതത്തിൽ എന്ത് ദോഷമുണ്ടായാലും എന്ത് ഗുണമുണ്ടായാലും അതിനൊക്കെ മൂല കാരണം ഈ ശക്തികളുടെ സ്വാധീനമാണ്. അപ്പൊ ഈ ശക്തികളെ പറ്റിയാണ് നമ്മൾ കൈലാസിൽ പറഞ്ഞു. അതായത് ടിയൻചായ് സ്വർഗീയ ശക്തി. സ്വർഗീയ ശക്തി എന്ന് പറയുമ്പം അതിൽ 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട നമുക്കുള്ള ഗുണകരമോ ദോഷകരമോ ആയ ഒരു ശക്തി നമുക്കുണ്ട്. നമ്മൾ ജനിച്ച സമയം നല്ല സമയത്താണ് ജനിച്ചതെങ്കിൽ അതിന്റെ ഗുണം, മോശമായ സമയത്താണ് ജനിച്ചതെങ്കിൽ അതിന്റെ ദോഷമെല്ലാം നമ്മൾ കാണും, നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട ഗുണദോഷ ഫലങ്ങളൊക്കെ ടിയൻചായ് അല്ലെങ്കിൽ സ്വർഗീയ ശക്തി എന്ന് മലയാളത്തിൽ പറയും, അതിൽ വരുന്നു. അതുപോലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ശാപങ്ങളും, അത് ഗുരുവിന്റെ ആകാം, നമ്മുടെ മാതാപിതാക്കളുടെ ആകാം, മൂത്ത സഹോദരങ്ങളുടെയൊക്കെ ആകാം, അതുപോലെ തന്നെ അധ്യാപകരെ ആരുടെ ആകാം. നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം, നമുക്ക് അവരുടെയൊക്കെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ശാപങ്ങളോ മറ്റോ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശാപം അതുകൊണ്ടുണ്ടാകുന്ന ഒരു നെഗറ്റിവിറ്റി, ഇതെല്ലാം തന്നെ ഈ ടിയൻചായ് അല്ലെങ്കിൽ സ്വർഗീയ ശക്തി ഇതിനകത്ത് വരും. ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട ഗുണദോഷ ഫലങ്ങളും അനുഗ്രഹങ്ങളും ശാപങ്ങളും കാരണം ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെല്ലാം ടിയൻചായ് അല്ലെങ്കിൽ സ്വർഗീയ ശക്തി വരും. ടൈച്ചായ് അല്ലെങ്കിൽ എർത്ത് ഫോഴ്സ് എന്ന് പറയും, ഭൗമിക ശക്തി എന്ന് മലയാളത്തിൽ പറയും. അതിന് നമ്മുടെ ചുറ്റുപാടും എൻവയോൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിന് ചുറ്റുപാടുമുള്ള പ്രകൃതി, ഇതെല്ലാം അതിൽ വരും. അപ്പൊ അതായത് ഏതാണ്ട് 100% ഈ ടൈച്ചായ് എന്ന് രണ്ടാമത് പറയുന്ന ഭൗമിക ശക്തി അല്ലെങ്കിൽ ടൈച്ചായ് എന്ന് പറയുന്നത് ഏതാണ്ട് 100% വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ചുറ്റുപാട്, വീടിന്റെ ഗുണദോഷങ്ങൾ, ഇതെല്ലാം അതിനകത്ത് വരും. അതുപോലെ മൂന്നാമത്തെ റൺചായ് എന്ന് ചൈനീസ് ഭാഷയിലാണ് റൺചായ് എന്ന് പറഞ്ഞാൽ മനുഷ്യശക്തി അല്ലെങ്കിൽ പിന്നെ ഹ്യൂമൻ ഫോഴ്സ് എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ഹ്യൂമൻ ഫോഴ്സ്, മലയാളത്തിൽ മനുഷ്യശക്തി. റൺചായ് എന്ന് അവരുടെ ചൈനീസ് ഭാഷയിൽ. അപ്പൊ ഇതിന് നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ദൈനംദിന കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ദിവസവും യോഗ ചെയ്യുന്നവരുണ്ടായിരിക്കും, ദിവസവും എക്സസൈസ് എടുക്കുന്നവരുണ്ടായിരിക്കും, ദിവസവും പ്രാർത്ഥിക്കുന്നവർ. അത് ശരിക്കും ഒരു മനസ്സോടുകൂടി, അതായത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറയും. അല്ലാതെ വെറുതെ ചുമ്മാ എന്തെങ്കിലും ഉരുവിട്ടുകൊണ്ട് കാര്യമില്ല. ശരിക്കൊരു ഭക്തിയോടുകൂടി 100% അതിൽ ഇഴുകിച്ചേർന്ന് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളൊക്കെ നമുക്ക് ഈ റൺചായിൽ വരും. ദിവസം യോഗ ചെയ്യുന്നു, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയൊക്കെ പുഷ്ടിപ്പെടുത്താൻ ഉതകുന്ന പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നേരിട്ട് അറിയാവുന്ന അത് ചെയ്യാം, ഇല്ലെങ്കിൽ അറിയാവുന്നിടത്തുനിന്ന് പോയി പഠിച്ച് നമുക്ക് മനസ്സിലാക്കി ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുന്നതൊക്കെ ഈ റൺചായിയെ വർദ്ധിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ കൈലാസിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് അതിലേക്ക് പോകുന്നില്ല. പിന്നീട് ഉള്ളത് പഞ്ചശക്തി ചാർട്ട്. പഞ്ചശക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ പഞ്ചഭൂതങ്ങൾ പോലെ ചൈനീസ് അവർക്ക് പഞ്ചശക്തികളുണ്ട്. ഈ പഞ്ചശക്തികൾ എന്ന് പറയുന്നത് 3 ആ 5 ശക്തികളിൽ 3 നമ്മുടെ പഞ്ചഭൂതങ്ങളിലുള്ളത് തന്നെയാണ്, 2 വേറെയുണ്ട്. അതായത് പഞ്ചശക്തികൾ എന്ന് പറഞ്ഞാൽ 1 ജലം, 2 മരം വുഡ്, ജലം വാട്ടർ, മരം വുഡ്, 3 പിന്നെ ഫയർ അഗ്നി, 4 എർത്ത് ഭൂമി, 5 ലോഹം മെറ്റൽ. അപ്പൊ ഇങ്ങനെ 5 പഞ്ചശക്തികളുണ്ട്. അപ്പൊ ഈ പഞ്ചശക്തികളുടെ ഞാൻ ആദ്യം പറഞ്ഞ ഇൻ യാങ് ഫോഴ്സുകൾ, അല്ലെങ്കിൽ ഇൻ ശക്തിയും യാങ് ശക്തിയും. ഈ ഇൻ യാങ് ശക്തികൾ വിവിധ അനുപാതത്തിൽ, വിവിധ റേഷ്യോയിൽ തമ്മിൽ ചേർന്നിട്ടാണ് ഈ പഞ്ചശക്തികൾ ഉണ്ടാകുന്നതെന്നാണ്. അപ്പൊ അങ്ങനെ ഈ പഞ്ചശക്തികൾ
ഇത് ചൈനീസ് നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തില് പഞ്ചഭൂതങ്ങൾക്കുള്ളതുപോലെ തന്നെ വളരെ ചൈനീസ് ശാസ്ത്രത്തിന് വളരെയധികം ഇൻഫ്ലുവൻസ്, വളരെയധികം സ്വാധീനം പഞ്ചശക്തികൾക്കുണ്ട്. നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു പഞ്ചശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതിലേക്ക് നമുക്ക് വരാം. നമ്മൾ ഓരോരുത്തരും ഒരു ഏതെങ്കിലും ഒരു പഞ്ചശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ജലം, മരം, അഗ്നി, ഭൂമി, ലോഹം. ഇതഞ്ചുമാണ് പഞ്ചശക്തികൾ. അപ്പൊ ഇവ തമ്മില് ഈ പഞ്ചശക്തികൾക്ക് ഓരോന്നിനും ഓരോ ഷേപ്പ് അല്ലെങ്കിൽ ആകൃതിയുണ്ട്, ഓരോ നിറമുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന സാധനങ്ങൾ ഉണ്ട്. ഇതൊക്കെ ഒരു പഞ്ചശക്തി ചാർട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്താണ് ഈ പഞ്ചശക്തി ചാർട്ട്. 5 എലിമെന്റ് ചാർട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും, പഞ്ചശക്തി ചാർട്ട് എന്ന് മലയാളത്തിലും പറയും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മള് ശക്തി ചക്രങ്ങൾ. 3 ശക്തി ചക്രങ്ങളുണ്ട്. ഒന്ന് സഹായിക്കുന്ന ശക്തിചക്രം, സഹായിക ശക്തിചക്രം, ഹെൽപ്പിംഗ് സൈക്കിൾ ഇംഗ്ലീഷിൽ പറയും. 2 വീക്കനിങ് സൈക്കിൾ അല്ലെങ്കിൽ റെഡ്യൂസിങ് സൈക്കിൾ അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം. 3 നശിപ്പിക്കുന്ന ശക്തിചക്രം, ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. നശിപ്പിക്കുന്ന ശക്തിചക്രം അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ വിരുദ്ധ ശക്തിചക്രം എന്നും പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ 3 ശക്തിചക്രങ്ങളുണ്ട്. ആ ശക്തിചക്രങ്ങൾ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഒന്നും കൂടെ നമ്മളത് എടുക്കാൻ പോവാണ്. അത് ഞാൻ പ്രസന്റ് ചെയ്യാം. ആദ്യം സഹായിക ശക്തിചക്രം അല്ലെങ്കിൽ ഹെൽപ്പിംഗ് സൈക്കിൾ. ഇതൊക്കെ പടമൊന്നും വരയ്ക്കണമെന്നില്ല, കാരണം ഇതെല്ലാം എല്ലാ പുസ്തകത്തിലുണ്ട്. സഹായിക ശക്തിചക്രം, ഇംഗ്ലീഷിലെ ഹെൽപ്പിംഗ് സൈക്കിൾ. അതായത് ഈ പഞ്ചശക്തികളിൽ ഓരോന്നും വേറെ ഒരു ശക്തിയെ സഹായിക്കുന്നതാണ്. അങ്ങനെ അത് ഏതിനെ സഹായിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഹെൽപ്പിംഗ് സൈക്കിൾ അല്ലെങ്കിൽ സഹായിക ശക്തിചക്രം. നോക്കുക, ഇവിടെ വാട്ടർ, ജലം, ഈ ഓർഡർ നമ്മൾ ഒരിക്കലും മാറൂല. ആ ഓർഡർ അതേപോലെ തന്നെ. അപ്പൊ എല്ലാവരും ഈ ഓർഡർ ശരിക്കും മനസ്സിലാക്കി വെച്ചോണം. വാട്ടർ, വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ. ജലം, വാട്ടർ ജലം, വുഡ് മരം, ഫയർ അഗ്നി, എർത്ത് ഭൂമി, മെറ്റൽ ലോഹം. അപ്പൊ ഈ ഓർഡറിലാണ്. ഈ 3 ശക്തിചക്രത്തിനും ഈ ഓർഡർ ഇതാണ്. പിന്നെ അതിനകത്ത് വേറെ ചെറിയ വ്യത്യാസങ്ങൾ വരും, അത് പറയാം. അപ്പൊ ഇവിടെ ഈ സഹായിക ശക്തിചക്രം അല്ലെങ്കിൽ ഹെൽപ്പിംഗ് സൈക്കിളിൽ നമ്മൾ ഓരോ എലിമെന്റ്, ഇത് 5 എലിമെന്റ് ആണ്, 5 പഞ്ചശക്തികളാണ്, 5 ശക്തികൾ. ഈ ഓരോ ശക്തിയിൽ നിന്നും അടുത്ത ശക്തിയിലേക്ക്. ഒരു സംശയം നമ്മുടെ പുസ്തകത്തിൽ ഇല്ലയോ സാറേ? ഉണ്ട്, 2ാമത്തെ പുസ്തകത്തിലുണ്ട്. 2ാമത്തെ പുസ്തകത്തില് 64, 65, 66 പേജുകളുണ്ട്. സെക്കൻഡ് വോളിയം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പം ജലം, വാട്ടർ ഹെൽപ്സ് വുഡ്, അല്ലെങ്കിൽ ജലം മരത്തെ സഹായിക്കുന്നു. അപ്പൊ അവിടെ നമ്മളൊരു ആരോ ഇടുക, നോക്കുക. അതുകൊണ്ട് ഒരു ആരോ, അത് ജലത്തിൽ നിന്നും വുഡിലേക്ക് ഒരു ആരോ, അല്ലെങ്കിൽ ജലത്തിൽ നിന്നും മരത്തിലേക്ക് ഒരു ആരോ. അപ്പൊ അതിന്റെ അർത്ഥം വാട്ടർ ഹെൽപ്സ് വുഡ്, ജലം മരത്തെ സഹായിക്കുന്നു. അതുപോലെ വുഡ് ഹെൽപ്സ് ഫയർ ആണ്, മരം അഗ്നിയെ സഹായിക്കുന്നു. അവിടെ ആരോ നോക്കുക, മരം അഗ്നിയെ സഹായിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇപ്പൊ ഇവിടെ ഈ സഹായിക ശക്തിചക്രത്തിൽ ആരോ വരേണ്ടത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മളെ പ്രദക്ഷിണ ദിശയിലാണ്. അല്ല, ഫയർ ഹെൽപ്സ് എർത്ത്, അഗ്നി ഭൂമിയെ സഹായിക്കുന്നു. ഇതാണ് അഗ്നി ഭൂമിയെ സഹായിക്കുന്നു. അതുപോലെ ഭൂമി ലോഹത്തെ സഹായിക്കുന്നു. എർത്ത് ഹെൽപ്സ് മെറ്റൽ. അതുപോലെ മെറ്റൽ ഹെൽപ്സ് വാട്ടർ, ലോഹം ജലത്തെ സഹായിക്കുന്നു. അപ്പൊ ഇവിടെ ഇതിപ്പം സഹായിക ശക്തിചക്രം പൂർണ്ണമായി. ഈ 5
അത് മ്യൂട്ട് ചെയ്യുക. സാറേ ഈ ലാസ്റ്റത്തെ 2 എലമെന്റ്സ് എങ്ങനെയാ സഹായിക്കുന്നത്? വുഡിനെ ഫയർ സഹായിക്കും, പക്ഷെ നമ്മൾ അതിന്റെ ആ ഒരു സ്വഭാവം നോക്കണ്ട. ഇത് ശരിക്ക് വേണമെങ്കിൽ പറയാം, എർത്ത് മെറ്റലിനെ സഹായിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഭൂമി ലോഹത്തെ സഹായിക്കുന്ന, ഭൂമിക്കകത്താണ് ലോഹം കാണുന്നത്. ഭൂമിയുടെ ഒരു ഭാഗമായിട്ടാണ് മെറ്റൽ വരുന്നത്, ഭൂമിക്കകത്ത് കിട്ടുന്നതാണ്. അതുപോലെ മെറ്റല് ഉരുകുമ്പോൾ ജലം പോലെ അത് അതായത് ലിക്വിഡായിട്ട് മാറും, ജലം പോലെ ലിക്വിഡായിട്ട് മാറും. അങ്ങനെ അതൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണ്ട. പക്ഷെ ഇതാണ് ശക്തി ചക്രത്തിന്റെ സഹായിക്കുന്നത്. അപ്പം നമ്മള് ജലം എന്ന് പറഞ്ഞ ആ ഒരു എലിമെന്റ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾ കാണുന്ന ജലം മാത്രമല്ല, വളരെയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഓർഡറിലാണ് ഓരോ ശക്തിയും മറ്റൊരു ശക്തിയെ സഹായിക്കുന്നത്. ജലം മരത്തെ സഹായിക്കുന്നു, മരം അഗ്നിയെ സഹായിക്കുന്നു, അഗ്നി ഭൂമിയെ സഹായിക്കുന്നു, ഭൂമി ലോഹത്തെ സഹായിക്കുന്നു, ലോഹം ജലത്തെ സഹായിക്കുന്നു. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ശക്തിയെ നമുക്ക് എനർജൈസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട്ടില് ഈ ശക്തിയുടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ഇതിലേത് ശക്തിയെ ഒക്കെ ഓരോ വീട്ടിൽ അറിയാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സപ്പോസ് മരത്തിന്റെ ശക്തി കുറവാണെന്നിരിക്കട്ടെ, മരത്തിന്റെ ശക്തി ആവശ്യത്തിനില്ല, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് കൊണ്ടുവയ്ക്കാം. ഇൻഡോർ പ്ലാന്റ് നമുക്ക് വീടിനകത്ത് വെക്കുന്ന ചെടികളൊക്കെ ഉണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഇൻഡോർ പ്ലാന്റ് കൊണ്ടുവച്ചിട്ട്, പക്ഷെ അത് വാടിപ്പോവുകയും ചെയ്യരുത്, അതിനെ നല്ലപോലെ നമ്മൾ കൊണ്ടുവച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ ആ മരത്തിന്റെ ശക്തി കൂടും. ഇതിലേത് വേണമെങ്കിലും അതുപോലെ കൂട്ടാൻ പറ്റും. അതിന് നമ്മൾ കഴിഞ്ഞ പഞ്ചശക്തി ചാർട്ടിനകത്ത് ഓരോ എലിമെന്റിനെയും കൂട്ടാൻ എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്, അല്ലെങ്കിൽ പുസ്തകത്തിലുണ്ടത്. പഞ്ചശക്തി ചാർട്ട് പുസ്തകത്തിലുണ്ട്, അത് നോക്കിയാൽ അറിയാം. അപ്പൊ ഇതാണ് ശക്തി ഹെൽപ്പിംഗ് സൈക്കിൾ, അല്ലെങ്കിൽ സഹായിക ശക്തി ചക്രം. ഇത് ക്ലിയർ ആയി കാണുന്നതായിരിക്കും. ഇതില് ഏത് ശക്തിയെ സഹായിക്കുന്നു? ജലം മരത്തെയും, മരം അഗ്നിയെ, അഗ്നി ഭൂമിയെ, ഭൂമി ലോഹത്തെ, ലോഹം ജലത്തെ സഹായിക്കുന്നു. അപ്പൊ ഈ ഓർഡർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് തന്നെ ഈ ആരോ ഇടുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയ, അപ്രദക്ഷിണ ദിശ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയാലും അത് വീക്കനിങ് സൈക്കിൾ ആകും. നമുക്ക് നോക്കാം. വീക്കനിങ് സൈക്കിൾ ഓർ റെഡ്യൂസിങ് സൈക്കിൾ, ഇങ്ങനെ രണ്ടുപേരും പറയും. വീക്കനിങ് സൈക്കിൾ എന്നും പറയും, റെഡ്യൂസിങ് സൈക്കിൾ എന്നും പറയും. ക്ഷീണിപ്പിക്കുന്ന ശക്തി ചക്രം എന്നാണ് മലയാളത്തിൽ സാറിന് പറയുന്നത്. അതും ഇപ്പൊ നോക്കാം, നേരത്തെ പറയുന്ന വാട്ടർ, അത് കഴിഞ്ഞ വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ. നേരത്തെ ഇതേ ഓർഡർ ആയിരുന്നു, പക്ഷെ നേരത്തെ ആരോ ക്ലോക്ക് വൈസ് ആയിരുന്നു. ക്ഷീണിപ്പിക്കുന്ന ശക്തി ചക്രത്തിൽ ആരോ ആന്റി ക്ലോക്ക് വൈസ് ആകും. അതായത് ജലം ലോഹത്തെ ക്ഷീണിപ്പിക്കുന്നു. നോക്കുക, അപ്പൊ ആരോ ഇപ്പൊ നോക്കുക ആന്റി ക്ലോക്ക് വൈസ് ആയി. എല്ലാവർക്കും ഈ സ്ക്രീൻ കാണാമല്ലോ എല്ലാവർക്കും അല്ലേ? ഇപ്പൊ വാട്ടർ മെറ്റൽ എന്നൊക്കെ ഇരിക്കുന്ന എല്ലാവർക്കും കാണാമല്ലോ. ഹലോ, ഓക്കെ. അപ്പൊ ജലം ലോഹത്തെ ക്ഷീണിപ്പിക്കുന്നു, അത് വീക്കൻ ചെയ്യുന്നു. നശിപ്പിക്കുകയല്ല, സഹായിക്കുകയല്ല, ക്ഷീണിപ്പിക്കുകയാണ്. അതുപോലെ ലോഹം ഭൂമിയെ ക്ഷീണിപ്പിക്കുന്നു. മെറ്റൽ റെഡ്യൂസസ് അല്ലെങ്കിൽ മെറ്റൽ വീക്കൻസ് എർത്ത്. അതുപോലെ ഭൂമി അഗ്നിയെ ക്ഷയിപ്പിക്കുന്നു അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കുന്നു. എർത്ത് വീക്കൻസ് ഫയർ, ഭൂമി അഗ്നിയെ ക്ഷീണിപ്പിക്കുന്നു. അതുപോലെ അഗ്നി മരത്തെ ക്ഷീണിപ്പിക്കുന്നു. ഫയർ വീക്കൻസ് വുഡ്. അതുപോലെ മരം ജലത്തെ ക്ഷീണിപ്പിക്കുന്നു. വുഡ് വീക്കൻസ് വാട്ടർ. അപ്പൊ നേരത്തെ ഉള്ളത് തന്നെ, നേരത്തെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു ആരോ ഇട്ടിരുന്നത്. ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അപ്രദക്ഷിണ ദിശയിലാണ് ആരോ ഇട്ടേക്കുന്നത്. ഇത് ക്ഷീണിപ്പിക്കുന്ന ശക്തി ചക്രം. അപ്പൊ ഏതിനെ ക്ഷീണിപ്പിക്കുന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ഒരു വീട്ടില് സപ്പോസ് ഭാര്യയും ഭർത്താവായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉള്ളതിരിക്കട്ടെ, അവിടെ എന്തെങ്കിലുമൊക്കെ കുടുംബകലമോ, എപ്പോഴും ഭാര്യയും ഭർത്താവും ഒട്ടും ചേരുന്നില്ല, അവർ തമ്മിൽ മാനസികമായിട്ട് ഒരു ഐക്യമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതിനൊക്കെ ഇത് വളരെയധികം ഉപയോഗിക്കാൻ പറ്റും. ഈ സൈക്കിൾസ് ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം ചില ശക്തികളുടെ ശക്തിയെ നമുക്ക് ക്ഷീണിപ്പിക്കേണ്ടി വരും. എന്തോന്നുള്ളത് പറഞ്ഞുതരാം, എങ്ങനെയാണ് അങ്ങനെ എപ്പോഴാണ് ക്ഷീണിപ്പിക്കേണ്ടി വരുന്നുള്ളത് പറയാം. ചില സമയത്ത് ചില ശക്തികളുടെ ഉദാഹരണത്തിന് ജലത്തിന്റെ ശക്തി ചിലപ്പോൾ നമുക്ക് ഒരു ക്ഷീണിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ജലത്തിന്റെ ശക്തിയെ ക്ഷീണിപ്പിക്കണേ അവിടെ മരം കൊണ്ടുവന്നാൽ മതി. കാരണം വുഡ് വീക്കൻസ് വാട്ടർ,
അപ്പം മരം ജലത്തെ ക്ഷീണിപ്പിക്കുന്നു. അപ്പൊ ഏതിനെയാണോ നമുക്ക് ക്ഷീണിപ്പിക്കേണ്ടത്, അപ്പൊ അതിനെ ക്ഷീണിപ്പിക്കുന്നത് ഏതാണോ എന്ന് ഇതിൽ നോക്കിയാൽ അറിയാം. ഏത് ശക്തിയെയാണോ ക്ഷീണിപ്പിക്കേണ്ടത് അത് ഏത് ഉപയോഗിച്ചാൽ അതിനെ ക്ഷീണിപ്പിക്കാം രീതിയിൽ നിന്ന് അറിയാം. അപ്പൊ അങ്ങനെ ഇപ്പൊ മെറ്റലിനെ നമുക്ക് ക്ഷീണിപ്പിക്കണമെങ്കിൽ ജലം ഉപയോഗിക്കണം, ജലത്തെ അവിടെ കൊണ്ടുവരണം. അപ്പൊ അതിന് ജലം കൊണ്ട് നമുക്ക് മെറ്റലിനെ അല്ലെങ്കിൽ ലോഹത്തെ ക്ഷീണിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ശക്തിയെ ക്ഷീണിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്ഷീണിപ്പിക്കേണ്ടി വരും. ക്ഷീണിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ചക്രം നോക്കിയാൽ, ഈ ശക്തി ചക്രം നോക്കിയിട്ട് നമുക്ക് ഏത് ശക്തിയാണോ ക്ഷീണിപ്പിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ക്ഷീണിപ്പിക്കേണ്ടത് മനസ്സിലാക്കാം. അത് ഉപയോഗിച്ച് നമുക്ക് ക്ഷീണിപ്പിക്കാൻ സാധിക്കും. ഇനി അടുത്തത് ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ എന്നാണ്. നശിപ്പിക്കുന്ന ശക്തിചക്രം, അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ശക്തിചക്രം, അല്ലെങ്കിൽ വിരുദ്ധ ശക്തിചക്രം. പിന്നെ ഈ പല പേരുണ്ട്. വിരുദ്ധ ശക്തിചക്രം, നശിപ്പിക്കുന്ന ശക്തിചക്രം, അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ശക്തിചക്രം. അത് ഇവിടെയും ആ ഓർഡർ തന്നെ നോക്ക്. വാട്ടർ, വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ. നേരത്തെ ഉള്ള അതേ ഓർഡർ തന്നെ. പക്ഷെ ഇവിടെ ഒന്നിടെ വിട്ട് ആരോ ഇടുന്നത്. ഇപ്പൊ ജലത്തിൽ നിന്ന് ഫയറിലേക്ക് ഒരു ആരോ വരും. ജലത്തിൽ നിന്ന് വുഡിലോട്ടല്ല, ഒരു ഒന്നിടെ വിട്ട് നോക്കുക. ഇവിടെ നോക്കുക, കേട്ടോ. ഇവിടെ വാട്ടർ ഡിസ്ട്രോയ്സ് ഫയർ, അല്ലെങ്കിൽ ജലം അഗ്നിയെ നശിപ്പിക്കുന്നു. അതുപോലെ അടുത്ത ഫയറിൽ നിന്ന് എർത്തിലോട്ട് പോകില്ല, എർത്ത് വിട്ടിട്ട് മെറ്റലിലോട്ട് ഒന്നിടെ വിട്ടു പോകും. അപ്പൊ ഫയറിൽ നിന്ന് നേരെ മെറ്റലിലോട്ടായിരിക്കും ആരോ നോക്കുക. ഫയറിൽ നിന്ന് മെറ്റലിലോട്ട്, അതായത് അഗ്നി ലോഹത്തെ നശിപ്പിക്കുന്നു. ഫയർ ഡിസ്ട്രോയ്സ് മെറ്റൽ, അഗ്നി ലോഹത്തെ നശിപ്പിക്കുന്നു. അതുപോലെ ലോഹം നശിപ്പിക്കുന്നതിനാണ്, വുഡിനെയാണ്. അവിടെ വാട്ടർ ഒരെണ്ണം വിട്ടിട്ട് മെറ്റലിൽ നേരെ ഒരു ആരോ വുഡിലേക്ക് വരും. നോക്കാം, മെറ്റലിൽ നിന്ന് ഒരു ആരോ വുഡിലേക്ക് വന്നു. അതായത് ലോഹം മരത്തെ നശിപ്പിക്കുന്നു, മെറ്റൽ ഡിസ്ട്രോയ്സ് വുഡ്. അടുത്ത ആരോ വുഡിൽ നിന്ന് നേരെ എർത്തിലോട്ടായിരിക്കും ഒരെണ്ണം വിട്ടിട്ട്. അപ്പൊ വുഡ് ഡിസ്ട്രോയ്സ് എർത്ത്, മരം ഭൂമിയെ നശിപ്പിക്കുന്നു. അതുപോലെ അടുത്ത ഭൂമിയിൽ നിന്ന് വാട്ടറിലേക്കാണ് ഒരെണ്ണം വിട്ടിട്ട്. അപ്പം എർത്ത് ഡിസ്ട്രോയ്സ് വാട്ടർ, ഭൂമി ജലത്തെ നശിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ വിരുദ്ധ ശക്തിചക്രം, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഓർഡർ ഇത് തന്നെ. വാട്ടർ, വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ എഴുതേണ്ട ഇതേ രീതിയിൽ തന്നെ. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്നിൽ നിന്ന് അടുത്തലോട്ട് വരികയാണെങ്കിൽ അത് ഹെൽപ്പിംഗ് സൈക്കിൾ, അല്ലെങ്കിൽ സഹായിക്കുന്ന ശക്തിചക്രം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്നിൽ നിന്ന് അടുത്തലോട്ട് പോവുകയാണെങ്കിൽ അത് വീക്കനിങ് സൈക്കിൾ, അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം. ഒന്നര വിട്ട്, ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ഒന്നര വിട്ടാണ് അത് പോകുന്നതെങ്കിൽ അത് ഡിസ്ട്രോയിങ് സൈക്കിൾ, അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ശക്തിചക്രം. ഇപ്പൊ ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരു വീട്ടില് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ 5 എലിമെന്റില്, അല്ലെങ്കിൽ ഈ 5 ശക്തികളില് ഏതെങ്കിലും ഒരു ശക്തിയുടെ സ്വാധീനത്തിലായിരിക്കും. ഒന്നുകിൽ നമ്മൾ ജലത്തിൻ്റെതായിരിക്കും, അല്ലെങ്കിൽ അഗ്നി ആയിരിക്കും, അല്ലെങ്കിൽ മെറ്റലായിരിക്കും. ഈ 5-ൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ ഏത് ശക്തിചക്രത്തിന്റെ സ്വാധീനത്തിലാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുക. ഒരു വീട്ടില് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. പിന്നെ ഹസ്ബൻഡ് സപ്പോസ് വാട്ടർ എലിമെന്റും വൈഫ് ഫയർ എലിമെന്റും ആണെന്നിരിക്കട്ടെ. ഹസ്ബൻഡ് വാട്ടറിന്റെ, ജലത്തിന്റെ സ്വാധീനത്തിലും, ഭാര്യ അഗ്നിയുടെ സ്വാധീനത്തിലുമാണ്. അപ്പൊ ഇവിടെ നോക്കുക, വാട്ടർ ഡിസ്ട്രോയ്സ് ഫയർ ആണ്. ഇപ്പൊ ഈ ഒരു ശക്തിചക്രം നോക്കുക, ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ. ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ കാണാം. വാട്ടർ ഡിസ്ട്രോയ്സ് ഫയർ, ജലം അഗ്നിയെ നശിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ജലം കാരണം അഗ്നി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജലം ഭർത്താവിൻ്റെതും അഗ്നി ഭാര്യയുടെയും പഞ്ചശക്തി ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് എലിമെന്റ് ആണെങ്കിൽ, അവിടെ ജലം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെയാണ്. അപ്പൊ ഭർത്താവ് കാരണം ഫയർ എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്. ഫയർ അല്ലെങ്കിൽ അഗ്നി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഭർത്താവ് കാരണം ഭാര്യ, അവരുടെ കുടുംബജീവിതത്തിൽ ആ ഭർത്താവിന്റെ സ്വഭാവം, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഇത് ചെയ്തികൾ കാരണം ഭാര്യയ്ക്ക് വളരെയധികം പ്രയാസങ്ങൾ, അത് മാനസികമാകാം, ശാരീരികമാകാം, വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അതാണ് വാട്ടർ ഡിസ്ട്രോയ്സ് ഫയർ. ഇനി അങ്ങനെ ഒരു വീട്ടിലേക്ക് ഒരാളെ ഡിസ്ട്രോയ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. ഒരാൾ കാരണം ഒരാൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള നോക്കണം. വാട്ടറിന്റെയും ഫയറിന്റെ ഇടയ്ക്ക് വുഡാണ്. നിങ്ങൾ ആ പടം കൂടെ നോക്കുക. വാട്ടറിന്റെയും ഫയറിന്റെയും ഇടയ്ക്കാണ് വുഡ്. അപ്പൊ ഇവിടെ ജലം കാരണം അഗ്നി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് കാരണം വേറൊന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ
ആ നശിക്കുന്ന ശക്തിയെ നമ്മളൊന്ന് വർദ്ധിപ്പിക്കണം. ഏത് ശക്തിയാണോ നശിപ്പിക്കുന്നത് അതിന്റെ ശക്തി ഒന്ന് കുറയ്ക്കണം, ഒന്ന് വീക്കൻ ചെയ്യണം, ക്ഷീണിപ്പിക്കണം. അതായത് ഏത് ശക്തിയാണോ നശിപ്പിക്കുന്നത് ആ ശക്തിയുടെ ശക്തിയെ അല്പം കുറയ്ക്കുകയും ഏത് ശക്തിയാണോ നശിപ്പിക്കപ്പെടുന്നത് ആ ശക്തിയുടെ ശക്തി അല്പം കൂട്ടുകയും ചെയ്യണം. അത് ഇവിടെ ഇപ്പം ജലം കാരണം ഫയർ നശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജലം കാരണമാണ് ഫയർ നശിക്കുന്നത്. അപ്പൊ ജലത്തിന്റെ ശക്തി അല്പം കുറയ്ക്കണം. അതുപോലെ അഗ്നിയുടെ ശക്തി അല്പം കൂട്ടണം. അപ്പൊ ജലം കാരണം അഗ്നിയെ നശിപ്പിക്കുന്ന ആ ഒരു ഇത് കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ സഹായിക്കും. ജലത്തിന്റെ ശക്തിയെ കുറയ്ക്കുകയും അഗ്നിയുടെ ശക്തിയെ കൂട്ടുകയും ചെയ്താൽ. അപ്പൊ അങ്ങനെ ജലത്തിന്റെ ശക്തിയെ കുറയ്ക്കുകയും അഗ്നിയുടെ ശക്തിയെ കൂട്ടുകയും ചെയ്യണമെങ്കിൽ അവിടെ വുഡിനെ കൊണ്ടുവന്നാൽ മതി. കാരണം നമുക്കറിയാം വുഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വുഡ് കഴിഞ്ഞാൽ ഫയറാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഹെൽപ്പിംഗ് സൈക്കിളാണ്. അപ്പൊ വുഡ് ഹെൽപ്സ് ഫയർ. അപ്പൊ ഫയറിനെ സഹായിക്കും മരം അഗ്നിയെ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിക്ക് ഈ വുഡ് ഒരു സഹായമായിട്ട് വരും. അപ്പൊ അഗ്നിയുടെ എനർജിയെ അല്പം ഉയർത്താൻ പറ്റും വുഡ് കൊണ്ടുവന്നാൽ അവിടെ. അതുപോലെ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ വീക്കനിങ് സൈക്കിളിൽ വുഡ് വീക്കൻസ് വാട്ടറാണ്. മരം ജലത്തെ ക്ഷീണിപ്പിക്കുന്നു. അപ്പൊ ഒരേ സമയം തന്നെ മരം അഗ്നിയെ പോഷിപ്പിക്കുകയും മരം ജലത്തെ ക്ഷീണിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ജലത്തിന്റെ ശക്തി അല്പം കുറയും, അഗ്നിയുടെ ശക്തി അല്പം കൂടും. അപ്പൊ ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള വ്യത്യാസം കുറയും. കാരണം ജലത്തിന്റെ ആ ശക്തി ഒന്ന് കുറയുന്നു. അപ്പം അതിന് പഴയ പോലെ ഫയറിനെ നശിപ്പിക്കാൻ ഒക്കില്ല. ഫയറിന്റെ ശക്തി ഒന്ന് കൂടുകയും ചെയ്യും. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം കുറയും. അങ്ങനെ ജലം കാരണം ഫയർ നശിക്കുന്നത് നമുക്ക് അതിന് ആ രണ്ട് ശക്തികളിലെ ഒന്നിന്റെ ശക്തിയെ കുറയ്ക്കുകയും മറ്റേ ശക്തിയെ കൂട്ടുകയും ചെയ്തിട്ട് നമുക്കത് ഇല്ലാതാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ വളരെയധികം കുറയ്ക്കാൻ പറ്റും. എല്ലാ സൈക്കിളും പറ്റും. ഉദാഹരണത്തിന് ഇപ്പം മെറ്റൽ ഡിസ്ട്രോയ്സ് വുഡ്. അപ്പൊ ഒരു വീട്ടിലെ ഒരാൾ മെറ്റലും ഒരാൾ വുഡും ആണെങ്കിൽ ആ മെറ്റൽ ആരാണോ ആ വ്യക്തി, വുഡ് ആരാണോ ആ വ്യക്തിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരാണ് അപ്പൊ മെറ്റലാണ് നശിപ്പിക്കുന്നത്. അപ്പൊ മെറ്റലിന്റെ ശക്തിയെ ഒന്ന് കൂട്ടണം. അല്ല, വുഡിന്റെയും മെറ്റലിന്റെയും ഇടയ്ക്കുള്ളത് വാട്ടറാണ്, ജലമാണ്. അപ്പൊ അവിടെ ജലത്തെ കൊണ്ടുവരിക. ജലത്തെ കൊണ്ടുവരുമ്പം വാട്ടർ ഹെൽപ്സ് വുഡാണ്. ആ നശിച്ചുകൊണ്ടിരിക്കുന്ന വുഡിനെ ആ ജലം ഒന്ന് സഹായിക്കും. അതുപോലെ വാട്ടർ വീക്കൻസ് മെറ്റലാണ്. ജലം ലോഹത്തെ ഒന്ന് ക്ഷീണിപ്പിക്കും. അപ്പൊ അവിടെ ഏത് ശക്തിയാണോ നശിപ്പിക്കുന്നത് ആ ശക്തിയെ ഒന്ന് ക്ഷീണിപ്പിക്കുകയും നശിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയായ വുഡിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യും, അതിന്റെ ശക്തി ഒന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഈ നശിപ്പിക്കുന്നതിനെ ഇല്ലാതാക്കാൻ പറ്റും. ഇത് വളരെയധികം എഫക്റ്റീവാണ് ശരിക്കും ഇത് മനസ്സിലാക്കി ഇത് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ഇത് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഏത് ശക്തിയിലാണെന്ന് മനസ്സിലാക്കുന്നത്. ഇതിപ്പോ ഞാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് ഏറ്റവും കൂടുതൽ നമ്മളൊരു വീട്ടിലെ റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഹസ്ബൻഡ് വൈഫ് ആയതുകൊണ്ടാണ് അത് പറഞ്ഞത്. അച്ഛനും മക്കളുമായിട്ടാകാം, അല്ലെങ്കിൽ അമ്മയും മക്കളുമായിട്ടാകാം, അല്ലെങ്കിൽ ബ്രദേഴ്സ് തമ്മിലാകാം. ഒരു ബ്രദർ വേറൊരു ബ്രദറെ നശിപ്പിച്ചു എന്ന് വരാം. അപ്പോൾ അവരുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് ഏത് ഈ പഞ്ചശക്തിയിൽ ഏതിലാണെന്ന് കണ്ടുപിടിക്കുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് ഇനി വരും. അപ്പൊ അതിനെ കണ്ടുപിടിച്ചിട്ട് ആര് കാരണം ആര് നശിക്കുന്നു നമുക്ക് നോക്കിയിട്ട് അത് അതിന്റെ ഇടയ്ക്കുള്ള ആ ശക്തി അവിടെ ആ ശക്തിക്ക് അവിടെ നമ്മൾ കൂടുതൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ ആ ഭർത്താവ് ഭാര്യ അല്ലെ ആരായാലും രണ്ടുപേര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെയും ഒരാൾ കാരണം മറ്റേയാൾക്ക് ക്ഷീണം ഉണ്ടാകുന്നതിനെയൊക്കെ നമുക്ക് വളരെ നല്ല ഒരളവിൽ കുറയ്ക്കാൻ പറ്റും, ഇല്ലാതാക്കാൻ വരെ പറ്റും. ഇത് ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നത് ഈ ശക്തി ചക്രങ്ങൾ. അപ്പൊ ഇത് പ്രാക്ടിക്കലായിട്ട് ഇത് വരും. അതായത് ഇത് ഓരോന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വരും. അപ്പൊ ഈ മൂന്ന് ചക്രങ്ങള് ഹെൽപ്പിംഗ് സൈക്കിൾ, വീക്കനിങ് സൈക്കിൾ, ഡിസ്ട്രോയിങ് സൈക്കിൾ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ, ഈ മൂന്ന് ചക്രങ്ങളും അറിഞ്ഞിരിക്കണം. ഈ ഓർഡർ അറിഞ്ഞിരുന്നാൽ മതി. ആരോ ഇട്ട് നമുക്ക് മനസ്സിലാക്കാം, ആരോ ഇട്ട് നോക്കി അറിയാം. അല്ലാതെ കാണാതെ പഠിക്കണം എന്നില്ല. ഇതൊക്കെ ഏത് ഏരിയ നശിപ്പിക്കുന്നു അങ്ങനെ ഈ ഒരു ഓർഡർ വാട്ടർ, വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ എന്നുള്ള ഈ ഓർഡർ അറിഞ്ഞിരുന്നാൽ ആരോ ഇടുന്ന ഹെൽപ്പിംഗ് സൈക്കിളിന് ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ആരോ, റെഡ്യൂസിങ് അല്ലെങ്കിൽ വീക്കനിങ് സൈക്കിളിന് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ആരോ, പിന്നെ ഡിസ്ട്രക്റ്റീവ് സൈക്കിളിന് ഒന്നര വിട്ടുള്ള ക്ലോക്ക് വൈസ് ആരോ. അപ്പൊ നമ്മൾ അടുത്തതിലോട്ട് പോകുക. അടുത്തത് ബാഗോയാണ്.
ഈ ഫെങ്ഷുയുടെ 3rd ചാപ്റ്ററാണ് ബാഗ്വ. ഈ ബാഗ്വ എന്ന് പറഞ്ഞാല് 8 സൈഡ്, നമ്മൾ ഒക്ടഗൺ എന്നൊക്കെ ഇംഗ്ലീഷിൽ ഒക്ടഗൺ എന്ന് പറയും, 8 വശങ്ങളുള്ള ഒരു ഫിഗർ, ഒരു ക്ലോസ്ഡ് ഫിഗർ ഹാവിങ് 8 സൈഡ്സ്, അതാണ് ബാഗ്വ എന്ന് പറയുന്നത്. ഇത് ഫെങ്ഷിയില് വളരെയധികം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതാണ്, പ്രായോഗികമായിട്ട് വളരെയധികം ഉള്ളതാണ്. നമുക്ക് അത് എടുക്കുന്നത് മനസ്സിലാവും. ഈ ബാഗ്വ തന്നെ 2 വിധത്തിലുണ്ട്. ഒന്ന് ഫിക്സ്ഡ് ഡയറക്ഷൻ മെത്തേഡ്. ഫിക്സ്ഡ് ഡയറക്ഷൻ മെത്തേഡ് മലയാളത്തില് സ്ഥിര ദിശാനുബന്ധി എന്ന് പറയും, സ്ഥിര ദിശാനുബന്ധി. അതുപോലെ വേറൊന്നുണ്ട് ഫിക്സ്ഡ് ഡയറക്ഷൻ മെത്തേഡ് പോലെ എൻട്രൻസ് ഡയറക്ഷൻ മെത്തേഡ്. എൻട്രൻസ് ഡയറക്ഷൻ മെത്തേഡ് അതിന് മലയാളത്തിൽ പറഞ്ഞ പ്രവേശന ദിശാനുബന്ധി. സ്ഥിര ദിശാനുബന്ധിയും പ്രവേശന ദിശാനുബന്ധി, ഇങ്ങനെ 2 വിധത്തിലുണ്ട് ബാഗ്വ. അപ്പൊ അത് 2 നമുക്ക് മനസ്സിലാക്കണം. അതിലേക്ക് നമുക്ക് വരാം, ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്ന സ്ഥിര ദിശാനുബന്ധി അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡയറക്ഷൻ മെത്തേഡ്. FIXED, ഫിക്സ്ഡ്, സ്ഥിരമായിട്ടുള്ള ദിശ, ഡയറക്ഷൻ. ഫിക്സ്ഡ് ഡയറക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ സ്ഥിര ദിശാനുബന്ധി. പിന്നെ രണ്ടാമത്തത് പ്രവേശന ദിശാനുബന്ധി അല്ലെങ്കിൽ എൻട്രൻസ് ഡയറക്ഷൻ മെത്തേഡ്. 2 നമുക്ക് മനസ്സിലാക്കണം. ആദ്യം നമ്മൾ സ്ഥിര ദിശാനുബന്ധി എടുക്കാം. സ്ഥിര ദിശാനുബന്ധി പടം വരയ്ക്കണമെന്നില്ല, വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, പക്ഷെ വരച്ചതൊക്കെ അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചിലപ്പം ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. പുസ്തകത്തിലുണ്ട്. ഇതൊരു ഒക്ടഗൺ ആണ്, 8 വശങ്ങളുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. ഇതിന്റെ ഓരോ വശവും ഓരോ ഡയറക്ഷനെ കാണിക്കുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇത് നോക്കുക, ഇടത്ത് വശത്ത് 1 എഴുതിയേക്കുന്നു, അതായത് അത് നോർത്താണ്. അപ്പം സ്ഥിര ദിശാനുബന്ധിയായിട്ട് 1 എന്ന് പറയുന്നത് നോർത്താണ്. അതിന്റെ ഇടത്തേറ്റത്ത് നോർത്താണ്. അപ്പൊ 1 എന്ന് പറയുന്നത് വടക്കുവശമാണ്. അപ്പൊ സ്ഥിര ദിശാനുബന്ധിയായിട്ട് ആദ്യം വടക്കുവശമാണ് തുടങ്ങുന്നത്. നോർത്ത് അല്ലെങ്കിൽ വടക്കാണ് 1. 2 എന്ന് പറയുന്നത് അത് നോർത്ത് അല്ലെങ്കിൽ വടക്കുവശം എന്ന് പറയാൻ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത മാർഗം. ഇപ്പൊ നമ്മുടെ ജീവിതം, ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ജീവിതമാർഗം. ഡോക്ടർ ആണെങ്കിൽ രോഗികളും മരുന്നുകളും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ ജീവിത മാർഗമാണ് കരിയർ. അപ്പൊ ഒരാളുടെ കരിയറിൽ മെച്ചം ഉണ്ടാകണമെങ്കിൽ അയാൾ താമസിക്കുന്ന വീടിന്റെ അല്ലെങ്കിൽ ആ താമസിക്കുന്ന വസ്തുവിന്റെ വടക്ക് വശം ഹൈലി എനർജറ്റിക് ആയിരിക്കണം. വടക്ക് വശം എനർജി കുറവാണെങ്കിൽ അല്ലെങ്കിൽ വടക്ക് വശത്ത് നെഗറ്റീവ് എനർജി വരികയാണെങ്കിൽ അത് അയാളുടെ കരിയറിനെ വളരെ ദോഷമായിട്ട് സ്വാധീനിക്കും. അപ്പൊ നമ്മളുടെ കരിയർ നമ്മൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ജ്യോതിഷ പണ്ഡിതനാണെന്നിരിക്കട്ടെ, അപ്പൊ പുള്ളിയുടെ കരിയർ ഞാൻ ജ്യോതിഷമാണ്. അപ്പൊ ആ ജ്യോതിഷത്തില് അങ്ങേർക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വീടിന്റെ അല്ലെങ്കിൽ വീടിന്റെ ആയാലും വസ്തുവിന്റെ ആയാലും വടക്കുവശം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. വടക്കുവശത്തുണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ കരിയറിനെ എഫക്ട് ചെയ്യും. വീടായാലും വസ്തുവായാലും ഏതായാലും നമ്മുടെ ഒരു വാസ്തുവിന്റെ അല്ലെങ്കിൽ വാസ്തു മണ്ഡലത്തിന്റെ ആയാലും വീടായാലും ഏത് കെട്ടിടമായാലും അതിന്റെ വടക്കുവശത്തുണ്ടാകുന്ന എല്ലാ വാസ്തു ദോഷങ്ങളും കരിയറിനെ പ്രതികൂലമായി ബാധിക്കും. അത് വാസ്തു ഗുണങ്ങൾ കരിയറിനെ അനുകൂലമായി ബാധിക്കും. കരിയർ അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ ജീവന മാർഗം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗം ഏതാണോ അതാണ് കരിയർ അല്ലെങ്കിൽ ജീവിത മാർഗം. ഇനി 2 എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക്. വടക്ക് കിഴക്കാണ് രണ്ടാമത്തെ. 1 എന്ന് പറയുന്ന വടക്ക്, 2 എന്ന് പറയുന്ന വടക്ക് കിഴക്ക്. വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞാൽ നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവും അറിവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ വീട്ടില് എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസവും നല്ല അറിവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം മാക്സിമം എനർജൈസ് ചെയ്യണം വാസ്തുപരമായിട്ട്. അല്ലെങ്കിൽ ഇതിലെ ബുക്കില് സാറിന് അതിലെ താഴെയാണല്ലോ കരിയറിന് കാണിച്ചേക്കുന്നത്. അത് വടക്കായിട്ട് താഴ്വശം വടക്കെന്ന് കാണിച്ചേക്കുന്നേ ഉള്ളൂ അതിനകത്ത്. ഏത് അവിടെ നോക്കുക. അപ്പൊ ഈ സെക്കൻഡ്, രണ്ടും ഒന്ന് തന്നെ, ഞാൻ പറഞ്ഞുതരാം. അതില് താഴെയാണ് കരിയർ. അപ്പം നോർത്ത് എന്ന് പറഞ്ഞ താഴെയായിട്ട് അവിടെ എടുത്താൽ മതി.
ബാക്കി ഓർഡറൊക്കെ സെയിം ആയിരിക്കും. അവിടെ കരിയർ ഇവിടെ താഴെ ഇവിടെ പക്ഷെ ഡയറക്ഷൻ കാണിച്ചിട്ടില്ല, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ അവിടെ നമ്മൾ താഴെ ജീവന മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോർത്തായിട്ട് അങ്ങ് എടുക്കുക. ക്ലിയർ ആയല്ലോ? ഹലോ, ഓക്കെ സാർ, ഓക്കെ. അപ്പൊ വേറെ ഇല്ല, ഓർഡറൊക്കെ സെയിം ആണ്. അപ്പൊ രണ്ടാമത്തത് നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് നോളജ്, വിദ്യാഭ്യാസവും അറിവും. അപ്പൊ ഇതാണ് നോർത്ത് ഈസ്റ്റ്. രണ്ട് വേണമെങ്കിൽ ഇത് ഇപ്പൊ ഇങ്ങനെ നോർത്ത് കരിയർ കാണിച്ച് ഇതുപോലെ ഇവിടെ ഒന്ന് വരച്ചോളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് വരയ്ക്കാമല്ലോ. ഇതൊന്ന് വരച്ചെടുത്തോളൂ. മറ്റേതിനകത്ത് താഴ്വശം ആയതുകൊണ്ട് സാധാരണ നമ്മൾ വടക്കെന്ന് ഇടതുവശം വടക്കും മുകൾ വശം കിഴക്ക് അങ്ങനെയാണ് സാധാരണ നമ്മൾ വാസ്തു കാണിച്ചത്. അപ്പൊ അതനുസരിച്ച് തന്നെ കാണിക്കാം. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചത്. അപ്പൊ വടക്ക് വശം എന്ന് പറഞ്ഞാൽ കരിയർ അല്ലെങ്കിൽ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വടക്ക് കിഴക്കാണ്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് 1, 2. അപ്പൊ അത് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ്, വിദ്യാഭ്യാസവും അറിവുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമുക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നവർ നല്ല വിദ്യാഭ്യാസവും അറിവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം വാസ്തുപരമായിട്ട് നല്ല എനർജൈസ്ഡ് ആയിരിക്കണം. അതേസമയം അവിടെ എന്തെങ്കിലും എനർജി ലോസ് ഉണ്ടായാൽ, ഊർജം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വീട്ടിലുള്ളവരുടെ വിദ്യാഭ്യാസത്തിനെയും അറിവിനെയും ബാധിക്കും. അടുത്ത 3 കിഴക്ക് വശം ഈസ്റ്റ്. കിഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആൻഡ് ഹെൽത്ത് ആണ്, കുടുംബവും ആരോഗ്യവും. അപ്പൊ ഇവിടെ കുടുംബം ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെക്കാൾ പ്രായത്തിൽ, അതായത് നമ്മുടെ അച്ഛൻ, അമ്മ, മൂത്ത സഹോദരന്മാര്, അമ്മാവൻ, അങ്ങനെ നമ്മളെക്കാൾ മുതിർന്നവർ, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മളെക്കാൾ മുതിർന്നവരുടെയാണ് നമ്മളിവിടെ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് മീൻസ് ആ ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ താമസം എല്ലാവരുടെയും ഹെൽത്ത് കിഴക്കുവശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ വീടിന്റെ കിഴക്കുവശത്തുണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മളെക്കാൾ മുതിർന്നവരുടെ അനുഗ്രഹവും അവരുടെ സ്നേഹവും ഒക്കെ ഉണ്ടാകുന്നതിൽ ക്ഷീണം ഉണ്ടാക്കും. കിഴക്കുവശത്തുണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ അതുപോലെ ആരോഗ്യത്തെയും ബാധിക്കും. അപ്പൊ ആരോഗ്യവും അതുപോലെ കുടുംബ ബന്ധവും എല്ലാം മെച്ചപ്പെടണമെങ്കിൽ കിഴക്കുവശം നല്ല ഹൈ എനർജി ആയിരിക്കണം. വാസ്തുപരമായിട്ട് നല്ല എനർജി ആയിരിക്കണം, ഹൈ പോസിറ്റീവ് എനർജി ആയിരിക്കണം. 4 എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കാണ്, ഫാമിലി ആൻഡ് ഹെൽത്ത്, കുടുംബവും ആരോഗ്യവും. 4 എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ആണ്, അഗ്നിമൂല, തെക്ക് കിഴക്ക്. അപ്പൊ അത് ധനവുമായി അല്ലെങ്കിൽ സമ്പത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വെൽത്ത്, ധനം. അപ്പൊ തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഇതൊക്കെ പ്രത്യേകം പറയാൻ സ്ഥിരദിശാനുബന്ധിയായിട്ടാണ് നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇത് സ്ഥിരദിശാനുബന്ധിയായിട്ടാണ്. അപ്പൊ സ്ഥിരദിശാനുബന്ധിയായിട്ട് തെക്ക് കിഴക്ക് എന്ന് പറയുന്ന ഭാഗം ധനവുമായി വെൽത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ വീടിന് തെക്ക് കിഴക്ക് ഭാഗത്ത് നല്ല എനർജി ആണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകും. തെക്ക് കിഴക്ക് ഭാഗത്ത് എനർജി കുറവാണെങ്കിൽ, നെഗറ്റീവ് എനർജി ആണെങ്കിൽ അവിടെ സാമ്പത്തികമായിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകും. അതുപോലെ 5 എന്ന് പറയുന്നത് സൗത്ത് ആണ്. തെക്കേറ്റത്ത് എസ് എന്ന് എഴുതിയിട്ടുണ്ട്, സൗത്ത് ആണ്. അതായത് ഫെയിം ആൻഡ് നെയിം, പേരും പെരുമയും. അതായത് നമുക്കൊരു അംഗീകാരം, നാട്ടുകാരൊക്കെ നമ്മളെ നല്ല ആളാണ് എന്നൊക്കെയുള്ള ഒരു നമ്മുടെ പ്രൊഫഷനിലായാലും ഏതിലായാലും നമുക്കൊരു പേരും പെരുമയൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ തെക്കുവശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ വീടിന്റെ തെക്കുവശം മാക്സിമം എനർജൈസ് ചെയ്താൽ, അല്ലെങ്കിൽ വീടിന്റെ തെക്കുവശം നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ ഊർജ്ജവൽക്കരിച്ചാൽ, പോസിറ്റീവ് ഊർജ്ജം അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ പേരും പെരുമയും ഉണ്ടാക്കും. നമുക്ക് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ നമുക്ക് നല്ലൊരു അംഗീകാരം ഉണ്ടാകും. പേരും പെരുമ ഒരു അംഗീകാരം, നല്ലൊരു അംഗീകാരം ഉണ്ടാകുന്നതിന് തെക്കുവശമാണ് പ്രധാനം. അടുത്ത 6 എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ആണ്, തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ്, കന്നിമൂല, കന്നി. അത് വൈവാഹിക ബന്ധം അല്ലെങ്കിൽ ഫാമിലി, അല്ല ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, മാരേജ് റിലേഷൻഷിപ്പ്, വൈവാഹിക ബന്ധം. അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഉണ്ടാകുന്ന എനർജി, അവിടുത്തെ എനർജി കൂടുതലാണെങ്കിൽ, തെക്ക് പടിഞ്ഞാറ് നല്ല ഹൈ പോസിറ്റീവ് എനർജി ആണെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ വൈവാഹിക ബന്ധം അല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പ് നല്ല മെച്ചപ്പെട്ട കുടുംബ ബന്ധമായിരിക്കും, അല്ലെങ്കിൽ വൈവാഹിക ബന്ധമായിരിക്കും. അവിടുത്തെ എനർജി കുറവാണെങ്കിൽ അതനുസരിച്ച് വൈവാഹിക ബന്ധത്തിന്റെ ശക്തിയും കുറയും, അല്ലെങ്കിൽ വൈവാഹിക ബന്ധത്തിൽ വിള്ളലുകളും പ്രയാസങ്ങളും ഉണ്ടാവും. 7 എന്ന് പറഞ്ഞ പടിഞ്ഞാറ് വശമാണ്, വെസ്റ്റ്.
അതായത് പടിഞ്ഞാറ് വശം എന്ന് പറഞ്ഞാല് ചിൽഡ്രൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, കുട്ടികളും സർഗാത്മകത എന്ന് പറയും. ക്രിയേറ്റിവിറ്റി സർഗാത്മകത, കുട്ടികളും സർഗാത്മകതയും. അതായത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടികളുടെ പഠിത്തം, അവരുടെ ആരോഗ്യം, ഇതെല്ലാം ഈ പടിഞ്ഞാറ് വശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വീടിന്റെ പടിഞ്ഞാറ് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പടിഞ്ഞാറ് വശമാണ്. അപ്പൊ അതുപോലെ ക്രിയേറ്റിവിറ്റി, വീട്ടിലെ എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റി, അതായത് പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് തോന്നുക, പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടാകുക, അങ്ങനെ കാര്യമൊക്കെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രിയേറ്റിവിറ്റിയും വീട്ടിലുള്ള എല്ലാവരുടെയും ക്രിയേറ്റിവിറ്റിയും കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് ഉണ്ടാകുക, അത് കുട്ടികളും സർഗാത്മകതയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പടിഞ്ഞാറ് വശവുമായി, വീടിന്റെ പടിഞ്ഞാറ് വശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ പടിഞ്ഞാറ് വശത്തുണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ കുട്ടികളെയും അതുപോലെ വീട്ടിലുള്ളവരുടെ ക്രിയേറ്റിവിറ്റിയെയും ദോഷകരമായി ബാധിക്കും. അവിടെ നല്ല ഹൈ എനർജി ആണെങ്കിൽ, പോസിറ്റീവ് എനർജി ആണെങ്കിൽ അത് ഗുണകരമായി ബാധിക്കും. അവസാനത്തെ എട്ട് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ഫ്രം ഔട്ട്സൈഡ് എന്നാണ്. നോർത്ത് വെസ്റ്റ് ആണ്, വടക്ക് പടിഞ്ഞാറാണ് എട്ട്. ഹെൽപ്പ് ഫ്രം ഔട്ട്സൈഡ്, അതായത് വെളിയിൽ നിന്നുള്ള സഹായം. വെളിയിൽ നിന്നുള്ള സഹായം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നല്ലാതെ നമുക്ക് ഒരു പരിചയമില്ലാത്തവരിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് സഹായം ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം, നമ്മളൊരു ഒട്ടും പരിചയമില്ലാത്ത ഏതെങ്കിലും ദൂര സ്ഥലത്തെങ്ങാനും ആണ്, നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലം. അപ്പൊ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരിക്കട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു. അപ്പൊ നമുക്ക് അവിടെ ആരെയും പരിചയമില്ല, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും ഉടനെ നമ്മളെ സഹായിക്കാൻ അവിടെ എത്തും. നമ്മളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും, നമുക്കൊരു പരിചയമുള്ള ആളായിരിക്കില്ല, കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല, പക്ഷെ എന്നാലും ആ സമയത്ത് ആരെങ്കിലും നമുക്ക് സഹായിക്കാനായിട്ട് അവിടെ എത്തി നമ്മളെ സഹായിച്ച് നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാൻ സാധിക്കും. അപ്പൊ അതാണ് ഈ ഹെൽപ്പ് ഫ്രം ഔട്ട്സൈഡ്. അപ്പൊ അത് വടക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വീടിന്റെ. അപ്പൊ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടായാൽ അത് ഇതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സഹായം, വെളിയിൽ നിന്നുള്ള സഹായം കിട്ടുന്നതിനെ അത് ദോഷകരമായി ബാധിക്കും. അതേസമയം വടക്ക് പടിഞ്ഞാറ് ഭാഗം നല്ല ഹൈ എനർജി ആണെങ്കിൽ, വാസ്തുപരമായിട്ട് വലിയ നല്ല ഹൈ പോസിറ്റീവ് എനർജി ആണെങ്കിൽ, നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും വെച്ചുണ്ടായാൽ അവിടെ നമ്മളെ സഹായിക്കാൻ അവിടെ ആൾ എത്തിയിരിക്കും. അപ്പൊ ഇതാണ് ഈ 8 കാര്യങ്ങൾ. ഇതാണ് ഇത് സ്ഥിരദിശാനുബന്ധി അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡയറക്ഷൻ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് എല്ലാവരും കാണാൻ അറിഞ്ഞിരിക്കുകയാണ് ഈ ഓരോ സൈഡ് ഏതൊക്കെയാണെന്നുള്ളത്. കാരണം ഇതൊക്കെ നമുക്ക് എപ്പോഴും ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത് ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതാണ്. ഫെങ്ഷി പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബാഗ്വ. ബാഗ്വ എന്നുള്ള ചൈനീസ് ഭാഷയിലെ ഒരു വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം നമ്മൾ ഇംഗ്ലീഷിൽ ഒക്ടഗൺ അല്ലെങ്കിൽ 8 സൈഡുള്ള ഒരു പൂർണ്ണമായ ഒരു 8 സൈഡുള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ, ഇത്രേ ഉള്ളൂ. ബാഗ്വ എന്നുള്ള വാക്കിന്റെ അർത്ഥം, ചൈനീസ് ഭാഷയിലെ അർത്ഥം അതാണ്. പക്ഷെ ഇവിടെ ഈ 8 ഭാഗങ്ങളും അല്ലെങ്കിൽ 8 വശങ്ങളും ജീവിതത്തിലെ 8 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇത് സ്ഥിര ദിശാനുബന്ധിയായിട്ടാണ്. ഇനി അടുത്തത് പ്രവേശന ദിശാനുബന്ധിയായിട്ട്. പ്രവേശന ദിശാനുബന്ധിയായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇതൊരു വീടാണെന്നിരിക്കട്ടെ, ഈ കാണുന്ന ഒരു വീടാണെങ്കിൽ ആ വീടിന്റെ കിഴക്ക് വശത്ത് ഓരോ വശങ്ങളാണ്. അപ്പൊ എപ്പോഴും വടക്ക് വശമാണ് ജീവിതമാർഗവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. സ്ഥിരദിശാലി എപ്പോഴും സ്ഥിരമാണ്, അതിന് വ്യത്യാസമില്ല. വടക്ക് വശം ജീവിതമാർഗവുമായി, തെക്ക് വശം ഫെയിം ആൻഡ് നെയിം, പേരും പെരുമയുമായി, പടിഞ്ഞാറ് വശം ചിൽഡ്രൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, കിഴക്ക് വശം ഫാമിലി ആൻഡ് ഹെൽത്ത്, തെക്ക് കിഴക്ക് ഭാഗം ധനം, വെൽത്ത്, ഇങ്ങനെ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട് അതിന് യാതൊരു മാറ്റവും ഇല്ല. അതാണ് സ്ഥിരമാണ്, സ്ഥിരദിശയാണ്. പക്ഷെ എൻട്രൻസ് ദിശ ആണെങ്കിൽ ഈ വീട്ടിലേക്ക് നമ്മൾ ഏത് ദിശയിൽ നിന്നാണോ കയറുന്നത്, സപ്പോസ് ഒരു വീട്ടിലേക്ക് നമ്മൾ കയറുന്ന കിഴക്ക് നിന്നാണെങ്കിൽ കിഴക്ക് വശമായിരിക്കും 1. എന്നിട്ട് ഇത് 1, 2 എന്നുള്ള ഇത് ഇതുപോലെ തന്നെ വരും. അതിലേക്ക് നോക്കാം, അടുത്തെടുക്കാം. പ്രവേശന ദിശാനുബന്ധിയായി, അതാണ് എൻട്രൻസ് ഡയറക്ഷൻ മെത്തേഡ്. പ്രവേശനം, സപ്പോസ് ഒരു വീട്ടിലേക്ക് കിഴക്ക് ദിശയിൽ നിന്നാണ് കയറുന്നതെങ്കിൽ എങ്ങനെ നോക്കാം. ഇതാണ് പിന്നെ ബാഗ്വ 8 സൈഡഡ് ഫിഗർ. അപ്പൊ 1 കിഴക്ക് വരും, കാരണം കിഴക്ക് ദിശയിൽ നിന്നാണ് വീട്ടിലേക്ക് കയറുന്നത്. ഇപ്പൊ നോക്കി, ഈ നമ്മുടെ എഴുതിയിട്ടുണ്ട് കിഴക്കാണ്, അവിടെയാണ് 1 വരുന്നത്. അതായത് കരിയർ. 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന് വ്യത്യാസമല്ല. 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും കരിയറാണ്. 2 എന്ന് പറഞ്ഞാൽ എപ്പോഴും പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ആണ്. 3 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫാമിലി ആൻഡ് ഹെൽത്ത് ആണ്. അപ്പൊ അതിന് യാതൊരു വ്യത്യാസമില്ല. പക്ഷെ ഈ 1 എന്ന് പറഞ്ഞ സ്ഥാനം സ്ഥിരദിശാനുബന്ധിയായിട്ടാണ് എപ്പോഴും വടക്കാണ്. പ്രവേശന ദിശാനുബന്ധിയാണ് എവിടെ നിന്നാണോ വീട്ടിലേക്ക് കയറുന്നത് അതാണ് 1. ഇപ്പൊ തെക്ക് വശത്തുനിന്നാണ് വീട്ടിലേക്ക് കയറുന്നെങ്കിൽ തെക്കാണ് 1. പടിഞ്ഞാറ് വശത്തുനിന്നാണ് വീട്ടിലേക്ക് കയറുന്നെങ്കിൽ പടിഞ്ഞാറാണ് 1. അപ്പൊ അങ്ങനെ മറുപ്പ് ഇവിടെ നോക്കുക.
സൗത്ത് ഈസ്റ്റ് തെക്ക്, ഇപ്പൊ ഇവിടെ പ്രവേശനം കിഴക്കുന്നാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് 2 ആവും. അതുപോലെ സൗത്ത് 3 ആവും. സൗത്ത് വെസ്റ്റ് 4 ആവും. വെസ്റ്റ് 5 ആവും. നോർത്ത് വെസ്റ്റ് 6 ആവും. നോർത്ത് 7 ആവും. നോർത്ത് ഈസ്റ്റ് 8 ആവും. അപ്പൊ പ്രവേശിക്കുന്ന ദിശ, ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഏത് ദിശയിൽ നിന്നാണോ ആ ദിശയായിരിക്കും 1. എന്നിട്ട് ഈ 1 പറഞ്ഞാൽ ഇപ്പോഴും നോക്കുക, അവിടെ 1 പറഞ്ഞാൽ ഇപ്പോഴും കരിയറാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷെ കരിയർ നേരത്തെ വടക്കുവശമായിരുന്നു സ്ഥിര ദിശാനുബന്ധിയായിട്ട്. പ്രവേശ ദിശാനുബന്ധിയായിട്ട് കിഴക്കുന്നാണ് പ്രവേശിക്കുന്നതെങ്കിൽ കരിയർ കിഴക്കാണ്, തെക്കുന്നാണ് പ്രവേശിക്കുന്നതെങ്കിൽ കരിയർ തെക്കാണ്, പടിഞ്ഞാറുന്നാണ് പ്രവേശിക്കുന്നതെങ്കിൽ കരിയർ പടിഞ്ഞാറ് വശമാണ്. എന്നിട്ട് 1, 2, 3 എന്നുള്ള ഇതേ ഓർഡറിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും ഇതുപോലെ ഇട്ടിട്ട് ആ ഓരോന്നും അത്രേ ഉള്ളൂ. അപ്പൊ 1 കരിയർ, 2 നേരത്തെ പോലെ തന്നെ പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് നോളജ്, 3 പിന്നെ ഫാമിലി ആൻഡ് ഹെൽത്ത്, 4 വെൽത്ത്, 5 എന്ന് പറയുന്ന ഫെയിം ആൻഡ് നെയിം, പേരും പെരുമയും, ഫെയിം ആൻഡ് നെയിം. 6 എന്ന് പറയുന്നത് മാരേജ് റിലേഷൻഷിപ്പ്, വൈവാഹിക ബന്ധം. 7 എന്ന് പറയുന്നത് ചിൽഡ്രൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, കുട്ടികളും അതുപോലെ പിന്നെ സർഗാത്മകതയും, ചിൽഡ്രൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. 8 എന്ന് പറയുന്നത് ഹെൽപ്പ് ഫ്രം ഔട്ട്സൈഡ്. അപ്പൊ ഇതെല്ലാം അപ്പൊ വ്യത്യാസം ഞാൻ കിഴക്കുന്ന പ്രവേശിക്കുന്ന വീട്ടിൽ കിഴക്കൊന്ന് സ്ഥിരദിശാനുബന്ധിയാണ്. എവിടുന്ന് ആ വീട്ടിലേക്ക് പ്രവേശനം എവിടുന്നായാലും ശരി 1 വടക്കുവശമാണ് സ്ഥിരദിശാനുബന്ധിയായിട്ട്, 1 വടക്കാണ്. വടക്കുന്ന് കയറിയാലും കിഴക്കുന്നായാലും തെക്കുന്നായാലും പടിഞ്ഞാറുന്നായാലും എവിടുന്ന് കയറിയാലും സ്ഥിരദിശാനുബന്ധിയായിട്ട് വടക്കുവശമാണ് 1. പ്രവേശ ദിശാനുബന്ധിയിൽ ഏത് ദിശയിൽ നിന്നാണോ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അതാണ് 1. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായാലേ അടുത്ത പോയിട്ട് കാര്യമുള്ളൂ. അതാണ് സ്ഥിര ദിശാനുബന്ധിയും പ്രവേശന ദിശാനുബന്ധിയും. ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പൊ അടുത്തിട്ട് പോവാം. ഇപ്പൊ ഒരു വീട് നമ്മൾ നോക്കിയിട്ട് ആ വീട്ടിലെ ദോഷങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുമ്പം ഈ 2ഉം പരിഗണിക്കണം എന്നാണ്. അതായത് ഫിക്സ് ഡയറക്ഷൻ മെത്തേഡും എൻട്രൻസ് ഡയറക്ഷൻ മെത്തേഡും. പ്രവേശന ദിശ അല്ല സ്ഥിര ദിശാനുബന്ധിയായിട്ടും പ്രവേശന ദിശാനുബന്ധിയായിട്ടും പരിഗണിച്ചതിന് ശേഷം വേണം നമ്മൾ പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കാൻ. ഉദാഹരണമാണ്, കിഴക്ക് ദിശയിൽ നിന്നും പ്രവേശിക്കുന്ന ഒരു വീട്ടിൽ ഭാര്യാഭർത്തൃ ബന്ധം മെച്ചപ്പെടുത്തണം. കിഴക്ക് ദിശയിൽ നിന്നാണ് പ്രവേശിക്കുന്ന ഭാര്യാഭർത്തൃ ബന്ധം മെച്ചപ്പെടുത്തും. ഇപ്പോൾ നോക്കുക, ഇതാണ് സ്ഥിര ദിശാനുബന്ധി. കിഴക്ക് ദിശയിൽ നിന്നാണ് പ്രവേശിക്കുന്നത്, അതായത് ഈസ്റ്റ് മുകൾ വശം, അവിടെ നിന്നാണ് പ്രവേശിക്കുന്നത്. സ്ഥിരദിശാനുബന്ധിയായിട്ട് ഇതാണ്, യാതൊരു വ്യത്യാസമില്ല. അപ്പൊ അതായത് മാരേജ് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തണം, അതാണ് നമുക്ക് വേണ്ട. ആ വീട്ടില് ഭാര്യാഭർത്തൃ ബന്ധം കുറച്ച് പ്രശ്നമുണ്ട്, അതൊന്ന് നേരെയാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരദിശാനുബന്ധിയായിട്ട് എപ്പോഴും മാരേജ് റിലേഷൻഷിപ്പ് എപ്പോഴും സൗത്ത് വെസ്റ്റ് ആണ്. അപ്പൊ ആ വീടിന്റെ സൗത്ത് വെസ്റ്റിന് എന്തെങ്കിലും പിന്നെ ഇത് വാസ്തുദോഷം ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ആ വാസ്തുദോഷങ്ങളൊക്കെ ആദ്യം അത് പരിഹരിക്കുക, സൗത്ത് വെസ്റ്റ് ഉള്ളത്. പിന്നെ 1 എന്ന് പറയുന്ന കിഴക്കാവുമ്പോൾ അത് സ്ഥിരദിശാനുബന്ധിയായിട്ടും നോക്കണം, പ്രവേശ ദിശാനുബന്ധിയായിട്ടും നോക്കണം. പ്രവേശന ദിശാനുബന്ധിയായിട്ട് നോക്കുമ്പോൾ പ്രവേശിക്കുന്ന കിഴക്കാണെങ്കിൽ കിഴക്ക് 1 വരും. മാരേജ് റിലേഷൻഷിപ്പ് ഇവിടെ നമുക്ക് 6ാമത്തതാണ്. വടക്ക് വശത്ത് 1 എന്ന് പറയുമ്പോൾ 6ാമത്തെ. അപ്പൊ എപ്പോഴും 6 ആണ് വൈവാഹിക ബന്ധം, മാരേജ് റിലേഷൻഷിപ്പ്. അപ്പൊ കിഴക്ക് നിന്ന് 1 എന്നുണ്ടെങ്കിൽ 6 എവിടെ വരും? 1, 2, 3, 4, 5, 6, 8 നോർത്ത് വെസ്റ്റ് വരും, വടക്ക് പടിഞ്ഞാറ് വരും. കിഴക്കുന്ന് 1 തുടങ്ങിയാൽ ക്ലോക്ക് വൈസ് ആയിട്ട് വരുമ്പം 6 വരുന്നത് വടക്ക് പടിഞ്ഞാറാണ്, നോർത്ത് വെസ്റ്റ്. അപ്പം കിഴക്കുന്ന് പ്രവേശിക്കുന്ന വീട്ടിൽ വൈവാഹിക ബന്ധം മെച്ചപ്പെടുത്തണം ആയിട്ട് ബന്ധപ്പെട്ട ദിശ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആണ്, വടക്ക് പടിഞ്ഞാറാണ്, വായുമൂലയാണ്. അപ്പൊ ആ വീട്ടിന്റെ വായുമൂല പരിശോധിക്കണം നമ്മൾ, അവിടെ എന്തെങ്കിലും ദോഷമുണ്ടോ നോക്കണം. വായുമൂലയിലുള്ള ഒരു മുറി, അത് ചിലപ്പം മരണം ചുറ്റാണെങ്കിൽ വായുമൂലയ്ക്ക് വാസ്തുപരമായ ദോഷമുണ്ടാവും. അല്ലെങ്കിൽ വായുമൂലയിൽ കിണറുണ്ടെങ്കിൽ വായുമൂലയിൽ അങ്ങനെ വായുമൂലയിൽ പാടില്ലാത്ത എന്ത് വായുമൂല വന്നാലും അതെല്ലാം വായുമൂലയ്ക്ക് ദോഷമായിട്ട് വരും.
അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശക്തി വായുമോക്ഷ പിന്നെ വാസ്തുപരമായ ദോഷം ഉണ്ടോ എന്ന് നോക്കി ആ ദോഷങ്ങളെയൊക്കെ മാറ്റണം. ചിലപ്പോൾ മിസ്സിംഗ് കോർണർ ഉണ്ടാകാം വായുമൂലത്തിൽ, നോർത്ത് വെസ്റ്റ് കോർണർ മിസ്സിംഗ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള ദോഷങ്ങൾ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ പിശാചവീതി ആ വായുമൂലയുടെ ഭാഗത്ത് തടസ്സപ്പെട്ടു എന്ന് വരാം. അവിടെ പിശാചവീതിക്ക് ആവശ്യമായ വീതി അവിടെ ഇല്ലാന്ന് വരാം, വീടും കോമ്പൗണ്ട് വാളുമായിട്ട്. അപ്പൊ അങ്ങനെ വിവിധ തരത്തിലുള്ള ദോഷങ്ങൾ വരാൻ പറ്റും. അപ്പൊ അങ്ങനെ ദോഷങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ ദോഷങ്ങളൊക്കെ അതിൽ പരിഹരിക്കാവുന്നതെല്ലാം പരിഹരിക്കണം. അപ്പൊ അങ്ങനെ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവേശ ദിശാനുബന്ധിയായിട്ട് കിഴക്കുന്ന നോക്കുമ്പോൾ നോർത്ത് വെസ്റ്റ് ആണ് മാരേജ് റിലേഷൻഷിപ്പ്, വൈവാഹിക ബന്ധം. അതുപോലെ സ്ഥിരദിശാനുബന്ധിയായിട്ട് 6 എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റുമാണ്. അപ്പൊ സൗത്ത് വെസ്റ്റും നോർത്ത് വെസ്റ്റും രണ്ടും നമ്മൾ മാക്സിമം എനർജൈസ് ചെയ്യണം, പോസിറ്റീവ് ആക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ വൈവാഹിക ബന്ധത്തിലുള്ള ആ ദോഷമൊക്കെ മാറി നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരും. അതിന് വടക്ക് തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ സ്ഥിരദിശാനുബന്ധിയായിട്ട് വൈവാഹിക ബന്ധം വരുന്ന സ്ഥലവും പ്രവേശ ദിശാനുബന്ധിയായിട്ട് വൈവാഹിക ബന്ധം വരുന്ന സ്ഥലവും മനസ്സിലാക്കിയിട്ട് ആ 2 സ്ഥലവും നമ്മൾ ഊർജ്ജവൽക്കരിക്കണം, പോസിറ്റീവ് എനർജി കൂട്ടണം. അപ്പൊ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ആ വീട്ടിലുള്ള ആ ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള അതെല്ലാം മാറി ശരിയായിട്ട് വരും. ഇതെനിക്ക് ഒരുപാട് അനുഭവമുള്ളതാണ്. ഈ വളരെ വളരെ കറക്റ്റായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഞാൻ അടുത്ത് നോക്കാം. അപ്പോൾ ഒരു വീട് പരിശോധിച്ച് നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമ്പം മുൻപ് വിവരിച്ച 2 രീതികൾ, അതായത് ഫിക്സ് ഡയറക്ഷൻ മെത്തേഡും എൻട്രൻസ് ഡയറക്ഷൻ മെത്തേഡും രണ്ടും പരിഗണിക്കണം. ഉദാഹരണം, കിഴക്ക് ദിശയിൽ നിന്ന് പ്രവേശിക്കുന്ന ഒരു വീട്ടിൽ നമ്മളിപ്പോൾ നോക്കിയാണ് ഭാര്യാഭർത്തൃ ബന്ധം മെച്ചപ്പെടണമെങ്കിൽ സ്ഥിരദിശാനുബന്ധിയായിട്ട് തെക്ക് പടിഞ്ഞാറും പ്രവേശ ദിശാനുബന്ധിയായിട്ട് വടക്ക് പടിഞ്ഞാറും ഇപ്പൊ നോക്കിയതാണ് നമ്മൾ. സ്ഥിരദിശാനുബന്ധിയായി തെക്ക് പടിഞ്ഞാറ് ഭാഗവും പ്രവേശ ദിശാനുബന്ധിയായി വടക്ക് പടിഞ്ഞാറ് ഭാഗവും ശക്തിപ്പെടുത്തിയാൽ ഊർജ്ജവൽക്കരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ഊർജം കൂട്ടണം. അപ്പൊ ഈ 2 ഭാഗത്തെ ഊർജം കൂട്ടിക്കഴിഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാവും. ഈ 2 ഭാഗവും ശക്തിപ്പെടുത്തുന്നത് ഉത്തമവും, ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം ശക്തിപ്പെടുത്തുന്നു, ഒരെണ്ണം ശക്തിപ്പെടുത്തുന്നു മറ്റേ ശക്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് മധ്യമവും. 2 ഭാഗവും നമ്മൾ ശക്തിപ്പെടുത്തിയില്ല, 2 ഭാഗവും എനർജി കുറവാണ്. 2 ഭാഗവും ശക്തിപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ അത് അധമവുമാണ്. 2 ഭാഗവും ശക്തിപ്പെടുത്താതിരിക്കുന്നത് അധമവുമാണ്. അപ്പൊ നമ്മൾ ഉത്തമം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഭാഗങ്ങളാണോ ശക്തിപ്പെടുത്തുന്നത്, 2 ശക്തിപ്പെടുത്തണം, അതാണ് ഉത്തമം. അത് ഏതെങ്കിലും ഒന്ന് ശക്തിപ്പെടുത്തുന്നു മറ്റേത് ശക്തിപ്പെടുത്തുന്നില്ലെങ്കിൽ മധ്യമം. ഈ 2 ഭാഗവും ഈ ബന്ധപ്പെട്ട 2 ഭാഗവും ശക്തിപ്പെടുത്താതിരിക്കുന്നത് അധമവുമാണ്. ഇനി വേറൊരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ ഇത് സ്ഥിരദിശാനുബന്ധിയായിട്ടാണ്. അതുപോലെ എൻട്രൻസ് ഡയറക്ഷൻ മെത്തേഡ് പറയാം. ഇപ്പൊ തെക്കുന്നാണ് ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അവിടെ പിന്നെ പ്രവേശ ദിശാനുബന്ധിയായിട്ട് തെക്കായിരിക്കും 1 വരുന്നത്. തെക്ക് 1, തെക്ക് പടിഞ്ഞാറ് 2, പടിഞ്ഞാറ് 3, ഇങ്ങനെ അങ്ങനെ വരും. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും കരിയറാണ്, 2 എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ നോളജാണ്, അതിന് യാതൊരു വ്യത്യാസമില്ല. അപ്പൊ ഇവിടെ ഇനി വടക്ക് വശം നമ്മൾ ശ്രദ്ധിക്കുക. സ്ഥിരദിശാനുബന്ധിയായിട്ട് 1 വടക്കാണ്. വടക്കുന്നാണ് ഒരു വീട്ടിലേക്ക് കയറുന്നതെന്നിരിക്കട്ടെ, ഒരു വീട്ടിലേക്ക് കയറുന്നത് വടക്ക് വശത്തുനിന്നാണ്. അതായത് വടക്കോട്ട് ഫേസ് ചെയ്യുന്ന ഒരു വീട് വടക്കുന്ന് പ്രവേശിക്കുന്നു ആ വീട്ടിലേക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ സ്ഥിരദിശാനുബന്ധിയായിട്ടും പ്രവേശ ദിശാനുബന്ധിയായിട്ടും ഒരേപോലെ തന്നെയാണ്. കാരണം വടക്ക് തന്നെയാണ് 1. സ്ഥിരദിശാനുബന്ധിയായിട്ട് എപ്പോഴും വടക്ക് 1ആണ്, പ്രവേശനമായിട്ട് ബന്ധമില്ല. പ്രവേശ ദിശാനുബന്ധിയായിട്ട് വടക്കുന്ന് പ്രവേശിക്കുന്ന വീടിന് വടക്ക് 1ആണ്. അപ്പം ഈ 2ഉം അപ്പൊ അതിന്റെ കഴിഞ്ഞാല് ഗുണമായാലും ദോഷമായാലും വടക്കുന്ന് പ്രവേശിക്കുന്ന വീട്ടില് അത് ഡബിൾ ചെയ്ത് വരുന്നു. കാരണം എല്ലാം ഇപ്പം വടക്കുന്ന് പ്രവേശിക്കുന്ന വീട്ടില് പേര് സ്ഥിരദിശാനുബന്ധിയായിട്ടായാലും ഇപ്പൊ പേരും പെരുമയും എടുക്കുക, നമ്മുടെ അംഗീകാരം, നമ്മുടെ നമുക്കുണ്ടാകുന്ന അംഗീകാരം, അതൊക്കെ നാട്ടുകാരുടെ ഇടയിലെ വീട്ടുകാരുടെ ഇടയിലെ കുടുംബത്തിലും ഒക്കെ നമുക്കുണ്ടാകുന്ന ആ ഒരു അംഗീകാരവും നമ്മളെ പറ്റി അവർക്കൊരു അങ്ങനെ കൊള്ളാം, നല്ല ആളാണ് അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു പേര്,
അപ്പൊ ആ പേര് നമുക്ക് വരുന്നത് സ്ഥിരദിശാ വടക്കുന്ന് പ്രവേശിക്കുന്ന വീടാണെങ്കിൽ സ്ഥിരദിശാനുബന്ധിയായിട്ടും 5ആണ്, അതായത് തെക്കുവശമാണ്. പ്രവേശ ദിശാനുബന്ധിയായിട്ടായാലും തെക്കുവശമാണ്. കാരണം വടക്കുവശത്തൂടെ പ്രവേശിക്കുന്ന വീട്. അപ്പൊ അതുകൊണ്ട് വടക്കുവശത്തൂടെ പ്രവേശിക്കുന്ന വീട് വളരെ സൂക്ഷിക്കണം. ദോഷമാണെങ്കിൽ ദോഷം ഇരട്ടിയായിട്ട് വരും. അവിടെ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം ഇരട്ടിയായിട്ട് വരും വടക്കുവശത്തൂടെ പ്രവേശിക്കുന്ന വീട്ടിൽ. കാരണം ജീവിതമാർഗത്തിൽ വടക്കുവശം ഏത് ഭാഗത്ത് ദോഷമായാലും ഇപ്പം, അതായത് തെക്ക് പടിഞ്ഞാറ് മോശമാണെന്നിരിക്കട്ടെ, തെക്ക് പടിഞ്ഞാറ് ഭാഗം മോശമാണെങ്കിൽ, തെക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ വടക്കുവശത്ത് പ്രവേശിക്കുന്ന വീടാണെങ്കിൽ സ്ഥിരദിശാനുബന്ധിയായിട്ടായാലും പ്രവേശ ദിശാനുബന്ധിയായിട്ടായാലും തെക്ക് പടിഞ്ഞാറാണ് വൈവാഹിക ബന്ധം. അപ്പൊ വൈവാഹിക ബന്ധം അങ്ങേയറ്റം മോശമാവും, രണ്ടും മോശമായി. അവിടെ മോശമാണെങ്കിൽ അതായത് തെക്ക് പടിഞ്ഞാറ് മാത്രം മോശമായാൽ മതി, സ്ഥിരദിശാനുബന്ധിയായിട്ടും ആ വീട്ടില് മോശമാവും, പ്രവേശ ദിശാനുബന്ധിയായിട്ടും തെക്ക് പടിഞ്ഞാറാണ് വൈവാഹിക ബന്ധം. അപ്പം തെക്ക് പടിഞ്ഞാറ് വടക്കുന്ന് കയറുന്ന വീട് കൂടുതൽ സൂക്ഷിക്കണം. വടക്കുന്ന് കയറുന്ന വീടുകളാണെങ്കിൽ ഗുണമാണെങ്കിലും ഇരട്ടി ഗുണമാവും. അപ്പൊ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വടക്കുന്ന് കയറുന്ന വീടുകളിൽ പെട്ടെന്നായിരിക്കും അതിന്റെ ശക്തി, അതിന്റെ ഫലം വരുന്നത്, കുറെ കൂടെ ഇരട്ടി ഗുണം ഉണ്ടാവുകയും ചെയ്യും. അതേസമയം പ്രവേശ ദിശാനുബന്ധിയായിട്ടായാലും ഈ രണ്ടും വടക്കുന്ന് കയറുന്ന വീടുകൾക്ക് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിനകത്ത് ഈ രണ്ട് ഭാഗവും, അതായത് പ്രവേശന ദിശാനുബന്ധിയായിട്ടും സ്ഥിരദിശാനുബന്ധിയായിട്ടും ഈ രണ്ട് ഭാഗവും ശക്തിപ്പെടുന്ന ഉത്തമവും, ഇതിലേതെങ്കിലും ഒന്ന് ശക്തിപ്പെടുത്തുന്നത് മധ്യമവും, രണ്ട് ഭാഗവും ശക്തിപ്പെടുത്താതിരിക്കുന്നത് അധമവുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇനി ഇവിടെ നോക്കുക, ഏതെങ്കിലും ഭാഗത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ അതെന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഒന്ന്, ആ ഭാഗത്തിന് നമ്മുടെ ഇതുണ്ട്, അതായത് ശക്തിചക്രം, സഹായിക ശക്തിചക്രം, ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം, നശിപ്പിക്കുന്ന ശക്തിചക്രം, 3 ശക്തിചക്രം നമ്മൾ കണ്ടു. അപ്പൊ ഏതിപ്പോ നോർത്ത് ഈസ്റ്റിനെ അല്ലെങ്കിൽ സൗത്തിനെ ഒക്കെ നമുക്ക് ശക്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ സൗത്തിൽ നമ്മൾ നോക്കണം, അവിടുത്തെ എനർജി നോക്കണം. ആ എനർജിയെ അവിടെ ഇപ്പൊ ജലമാണെങ്കിൽ ജലത്തിനെ അവിടെ കൂട്ടണം. അവിടെ ഒരു വാട്ടർ ടാങ്ക് എല്ലാം കൊണ്ടുവച്ച് മൂവ്മെന്റ് ഓഫ് വാട്ടർ വേണം. അപ്പൊ അതിനകത്ത് ബബിളും ഒക്കെ വന്ന മീനുകളെ ഓടിക്കൊണ്ടിരിക്കുന്നു, അപ്പൊ ഒരു മൂവ്മെന്റ് വരും. അപ്പൊ അങ്ങനെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ അവിടെ കൊണ്ടുവച്ചാൽ ജലത്തിന്റെ ശക്തിയെ കൂട്ടാൻ പറ്റും. ഒരു ഫൗണ്ടൻ, ചെറിയൊരു ഫൗണ്ടനൊക്കെ, ഒരു ടേബിൾ ടോപ്പ് ഫൗണ്ടനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജലത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഭാഗത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ ആ ഭാഗത്തെ പ്രതികൂല ഊർജം എത്രയും, അവിടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് മാക്സിമം കുറയ്ക്കണം, പോസിറ്റീവ് എനർജിയെ മാക്സിമം കൂട്ടണം. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്തെ ശക്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള നെഗറ്റീവ് എനർജിയെ മാക്സിമം കുറയ്ക്കുകയും പോസിറ്റീവ് എനർജിയെ മാക്സിമം കൂട്ടുകയും ചെയ്യണം. അതാണ് ഏതെങ്കിലും ഭാഗത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ ആ ഭാഗത്തുള്ള പ്രതികൂല ഊർജം പരമാവധി കുറയ്ക്കുകയും അനുകൂല ഊർജം പരമാവധി വർദ്ധിപ്പിക്കുകയും വേണം. ഇതാണ് ഏതെങ്കിലും ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നോക്കുക, ഒരു അതായത് ഇപ്പൊ കിഴക്കുന്ന് കയറുന്ന വീട് അല്ലെങ്കിൽ വടക്കുന്ന് കയറുന്ന വീട് എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പൊ അതൊരു മൂലയിൽ നിന്നാണ് കയറുന്നതെങ്കിലും കിഴക്ക് ഇവിടെ അത് ക്ലിയർ ആവും. ഇവിടെ നോക്കുക, ഇവിടെ ഇതിപ്പോ ഒരു വീടാണെന്നിരിക്കട്ടെ, ഒരു റെക്ടാങ്കിൾ നമുക്ക് സ്ക്രീനിൽ കാണാം, അതൊരു വീടാണ്. വടക്ക് കിഴക്ക്, ആ വടക്ക് കിഴക്ക് മൂലയിലാണ് ആ ഒരു ഇത് സപ്പോസ് ഒരു മുറിയാണ്. സപ്പോസ് ആ മുറി എന്ന് പറയുന്നത് സിറ്റ് ഔട്ട് ആണെന്നിരിക്കട്ടെ. ആ നോർത്ത് ഈസ്റ്റ് ഒരു വീട്, ആ വീടിന്റെ വടക്ക് കിഴക്ക് മൂല ഭാഗത്ത് സിറ്റ് ഔട്ട് ഉണ്ട്, ഓപ്പൺ സിറ്റ് ഔട്ട് ആണെന്നിരിക്കട്ടെ. അവിടെ ആ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഡ്രോയിങ് റൂമിലോട്ടൊക്കെ കയറുന്ന ഒരു ഡോറാണ് ആ കാണിച്ചേക്കുന്നത്. അതായത് ആ വടക്ക് കിഴക്കുള്ള സിറ്റ് ഔട്ടിൽ നിന്ന് അതിന്റെ തെക്കുവശത്ത് ആ തെക്കോട്ട് അടുത്ത മുറിയിലേക്ക് കയറാനുള്ള ഒരു വാതിലാണ്. പിന്നെ ഇത് ഇപ്പൊ മുംബൈസ് നോക്കുക, ആ സിറ്റ് ഔട്ടിന്റെ 2 സ്റ്റെപ്പ്, അത് സ്റ്റെപ്പാണ്. അപ്പൊ ഇതാണ് സ്റ്റെപ്പെങ്കിൽ ഈ വീട്ടിലോട്ട് കയറുന്ന കിഴക്കുന്നാണ്. കാരണം നമ്മൾ കിഴക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കിഴക്കെന്ന് പറഞ്ഞാൽ 3ആയിട്ട് ഭാഗിക്കുമ്പോൾ നടുക്കലത്തെ ഒരു ഭാഗമാണ് കിഴക്ക്. പക്ഷെ ഇവിടെ സ്ഥിരദിശാനുബന്ധി പ്രവേശ ദിശാനുബന്ധി അതല്ല. ആ ഇടത്തെ അറ്റം മുതൽ വലത്തെ അറ്റം വരെ ആ 2 മൂലകളും ഇടയ്ക്കുള്ള എല്ലാം കിഴക്കാണ്. അപ്പൊ ഇപ്പൊ ഈ വീട്ടിലേക്ക് ഏത് ദിശയിൽ കിഴക്ക് നിന്ന് കയറുന്നു, കിഴക്കുന്ന് പടിഞ്ഞാറോട്ടാണ് കയറുന്നത്, അതാണ് നോക്കേണ്ടത് അവിടെ.
അല്ല വീടിന്റെ കിഴക്ക് ഭാഗമോ തെക്ക് ഭാഗമോ പഠിച്ച എന്നുള്ളതല്ല. ഏത് ദിശയിലേക്കാണ് വീട്ടിലേക്ക് കയറുന്നത്. ഇപ്പൊ ഇവിടെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ്, അതായത് കിഴക്ക് നിന്ന് പ്രവേശിക്കുന്നു. ഇവിടെ ഈ വീടിന്റെ സ്റ്റെപ്പ് ഇങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് കിഴക്ക് നിന്നാണ്. അതുപോലെ ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കണം നോക്കുക. ഇതിപ്പം ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ദിശയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ പ്രവേശന ദിശാനുപതിയായിട്ട് നോക്കുമ്പോൾ കിഴക്കുന്ന് പ്രവേശിക്കുന്നതായിട്ട് വേണം ഇത് എടുക്കാം. കിഴക്ക് ദിശയിൽ നിന്നും പ്രവേശിക്കുന്ന വീട്. അതുപോലെ വേറൊരു വീട് നോക്കുക. ഇത് വേറൊരു വീട്. അത് ഇതുപോലെ നോർത്ത് ഈസ്റ്റിലൊരു സിറ്റ് ഔട്ട് ഉണ്ട്. പക്ഷെ ഇവിടെ പ്രവേശിക്കുന്നത് ഇതുപോലെ ഡോർ അതുപോലെ തന്നെ, അതായത് സിറ്റ് ഔട്ടിൽ നിന്ന് ഡ്രോയിങ് റൂമിലേക്ക് പോകുന്ന ഡോറും എല്ലാം അതുപോലെ തന്നെ. പക്ഷെ പടി വടക്ക് കിഴക്ക് മൂലയുടെ വടക്ക് വശത്താണ് നിൽക്കട്ടെ ആ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ കയറുന്ന എവിടുന്നാണ്? വടക്കുന്നാണ് കയറുന്നത്. അപ്പൊ ഒരേ മുറി സ്റ്റെപ്പിന്റെ ഭാഗം മാറിയാൽ മതി. അപ്പൊ പ്രവേശിക്കുന്ന ദിശ മാറി. അപ്പൊ ആദ്യം കാണിച്ചിരിക്കുന്ന വീട്ടിൽ കിഴക്ക് നിന്നാണ് പ്രവേശിക്കുന്നതായിട്ട് എടുക്കണം. ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് വടക്കുന്ന് പ്രവേശിക്കുന്നതായിട്ട് എടുക്കണം, നോർത്തിൽ നിന്ന്. അപ്പം ഇത് ഇവിടെ സ്ഥിരദിശാനുബന്ധിയായിട്ടായാലും പ്രവേശന ദിശാനുബന്ധിയായിട്ടായാലും രണ്ടാമത് കാണിച്ചിരിക്കുന്ന വീട്ടിൽ വടക്കുന്നാണ്, അല്ല ഒന്നെന്നുള്ള വടക്കായിട്ട് എടുക്കണം. ഇത് ക്ലിയർ ആയി കാണുന്നതായിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടാമത് കാണിക്കുന്ന ഇത് പുസ്തകത്തിൽ ഈ പടം കാണിച്ചിട്ടില്ല. ഈ പടം നിങ്ങൾ വരച്ചോളൂ. ഈ പടം പുസ്തകത്തിൽ കാണിച്ചിട്ടില്ല. ഈ വടക്കുള്ള എവിടുന്ന് കയറിയാലും വടക്ക് കിഴക്കേ മൂലയല്ല, വടക്ക് പടിഞ്ഞാറ് മൂലയുടെ വടക്ക് വശത്ത് കയറിയാലും അതും വടക്കുന്ന് പ്രവേശിക്കുന്നതാണ്. വടക്കിന്റെ മധ്യഭാഗത്തുനിന്ന് കയറിയാലും അതും വടക്കുന്ന് പ്രവേശിക്കുന്നതാണ്. വരച്ചു കഴിഞ്ഞിട്ട് പറയാം. ആരെങ്കിലും വരച്ചു കഴിഞ്ഞാൽ പറയാം. ഓക്കെ, വരച്ചു കഴിഞ്ഞു. തീരാതെ വരച്ചു കഴിയാതെ സാറേ ഒരു ഡൗട്ട്. ഈ രണ്ട് ഡോറ് മെയിനായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ രണ്ട് സൈഡിൽ രണ്ട് ഭാഗത്തും കയറുന്നതായിട്ട് എടുക്കേണ്ടി വരും. ഇപ്പം പിന്നെ രണ്ട് ഡോറ് രണ്ടും ഒരു വശത്തേക്കാണ് പ്രശ്നമില്ല. ഇപ്പൊ രണ്ട് ഡോറും കിഴക്ക് തന്നെയാണെങ്കിൽ ആ വീട്ടിലേക്ക് പ്രവേശനം കിഴക്കും തന്നെ എടുത്താൽ മതി. രണ്ടും വടക്കാണെങ്കിലും അങ്ങനെയാണ്. പക്ഷെ ഒരു ഡോറ് വടക്കും ഒരു ഡോറ് കിഴക്കുന്നു ആണെങ്കിൽ വടക്കുന്നും കിഴക്കുന്നും പ്രവേശിക്കുന്നതായിട്ട് തന്നെ എടുക്കണം. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ആ ഫിക്സ് ഡയറക്ഷൻ മെത്തേഡിലും രണ്ടും എടുക്കണം, എൻഡർ ഡയറക്ഷൻ മെത്തേഡിലും രണ്ടും എടുക്കണം. സാർ രണ്ട് ഡോർ ഉണ്ടായിരുന്നാലും സ്റ്റെപ്പ് ഏത് ഭാഗത്താന്നുള്ളതല്ലേ നോക്കേണ്ടത്? സ്റ്റെപ്പിൽ കൂടെ നമ്മൾ എവിടുന്ന് എങ്ങോട്ട് കയറുന്നു അതാണ് ഡോറിന്റെ അല്ല. ശരിക്കും നമ്മൾ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് വീടിന്റെ ഒരു ഭാഗമാണ്. സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് വീടിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ വീടിന്റെ ആ ഭാഗത്തേക്ക് നമ്മൾ കയറുന്നത് ഏത് ദിശയിൽ നിന്നും കയറുന്നു എന്നാണ് പ്രധാനം. വടക്ക് ദിശയിൽ നിന്നും ആണോ കയറുന്നത്, അതോ കിഴക്കുന്നാണോ, അതോ തെക്കുന്നാണോ, അതോ പടിഞ്ഞാറുന്നാണോ കയറുന്നത്? അപ്പൊ അതാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പൊ കിഴക്കോട്ടും അപ്പൊ വടക്കോട്ടും പടിഞ്ഞാറോട്ടും വാതിലുണ്ടായാലും ഞങ്ങൾ വടക്ക് ഭാഗത്താണ് സ്റ്റെപ്പെങ്കിലും വടക്ക് എടുത്താൽ മതി അല്ലേ? ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാം, ചോദിക്കാവോ? സാർ ഇപ്പൊ അവര് ചോദിച്ചില്ലേ രണ്ട് ഭാഗത്തുനിന്ന് ഡോർ ഉണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിള് വടക്കു ഭാഗത്ത് സ്റ്റെപ്പ്, വടക്കു ഭാഗത്ത് കയറിയിട്ട് വരാന്ത, എന്നിട്ട് അവിടെ നിന്ന് വടക്കു ഭാഗത്തും ഒരു ഡോറ് വീട്ടിനകത്തോട്ട് കയറാൻ, പടിഞ്ഞാറോട്ടേക്ക് പടിഞ്ഞാറ് വശം ഡോർ വെച്ചാൽ അവിടെയും പടി വരുമല്ലോ. പടിയില്ലാതെ കയറാൻ ഒക്കില്ലല്ലോ. പടി എന്ന് വെച്ചാൽ സ്റ്റെപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്, വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് അല്ലേ ഉദ്ദേശിക്കുന്നത് സാർ? സ്റ്റെപ്പ് അതന്നെ, അതാണ് പടി എന്ന് പറഞ്ഞത്. ആ സ്റ്റെപ്പ് ഏത് ഭാഗത്താ ഉള്ളതെന്ന് വെച്ചാ അവിടെ രണ്ടിടത്ത് പ്രവേശനം വരും. അപ്പൊ രണ്ട് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ എന്നുള്ള ചോദിച്ചത് അല്ലേ? രണ്ട് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പിന്നെ രണ്ടിടത്തും പ്രവേശനം വരും. രണ്ടിടത്തും കൂടെ ഡോറിലോട്ട് കയറുന്ന രണ്ടിടത്തും വരും.
ചിലപ്പോ ഒരു സ്റ്റെപ്പ് മാത്രം ഉണ്ടാവല്ലോ, ഒരു സ്റ്റെപ്പ് മാത്രം ഉണ്ടായിട്ട് 2 ഡോർ ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് ഉള്ള ഭാഗം എടുത്താൽ മതി അല്ലേ? ഒരു സ്റ്റെപ്പ് വെച്ച് 2 ഡോർ അങ്ങനെ വരില്ലല്ലോ. കാരണം അല്ലെങ്കിൽ ആ ഡോറൊക്കെ താഴെ കൊണ്ട് മുട്ടിക്കണം, അല്ലെങ്കിൽ അകത്തോട്ട് കയറാവില്ല. അപ്പൊ സ്റ്റെപ്പ് വേണ്ട അവിടെ. ബേസ്മെന്റിന്റെ പൊക്കത്തിലല്ലേ, ബേസ്മെന്റിന്റെ മുകളിലല്ലേ ഡോറ് വരുള്ളൂ. അപ്പൊ അവിടെ സ്റ്റെപ്പ് അവിടെ വരേണ്ടി വരും. അങ്ങനെ ചില വീടുകളിലൊക്കെ സ്റ്റെപ്പ് കയറിയിട്ടേ ഒരു ഓഫീസ് റൂം പോലെ ഒരു ഡോറും കാണാം. എന്നാലും സ്റ്റെപ്പ് കയറുന്നത് വീട്ടിലോട്ട് പ്രവേശിക്കുന്നതാണ്. ആ വീടിന്റെ ആ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറിന്ന് അകത്തോട്ട് കയറുന്നതാണ് വീട്ടിലോട്ട് കയറുന്നത്. സ്റ്റെപ്പ് ഉണ്ടായി ഇല്ലെങ്കിലും എന്തായാലും ശരി, ആ കയറുന്ന വഴി അതാണ്. ഇപ്പൊ അവിടെ ഒരു സ്റ്റെപ്പ് അല്ല, ഒരു സ്ലോപ്പ് കൊടുത്തേക്ക് കാണിക്കട്ടെ. കയറി പോയിട്ട് സ്റ്റെപ്പ് ഇല്ല, ഒരു സ്ലോപ്പ് പോലെ കൊടുത്തേക്കുന്നു. അങ്ങനെയാണെങ്കിലും ആ സ്ലോപ്പ് എന്ന് പറയുന്നത്, ആ സ്ലോപ്പ് തുടങ്ങുന്നത് അവിടുന്നാണ്, വടക്കുന്നത് തെക്കോട്ടാണ്, വടക്കുന്നതാണ് പ്രവേശിക്കുന്നത് ആ വീട്ടിലേക്ക്. ആ വീട്ടിന്റെ 4 ബൗണ്ടറിയിലോട്ട് ഏത് ദിശയിൽ നിന്ന് പ്രവേശിക്കുന്നോ അതാണ് നോക്കേണ്ടത്. ക്ലിയർ ആയോ? വേറെ എന്തെങ്കിലും സംശയം? മെയിൻ ഗേറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല അപ്പൊ? അല്ല, ഇതിനകത്ത് ഗേറ്റ് അല്ല, ഡോറ് മാത്രമേ ഉള്ളൂ. വീടിന്റെ ആണ് നോക്കുന്നത്, സ്ഥലത്തിന്റെ അല്ല. ഓക്കെ, ഇത് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിനാണ് ഈ ഭാഗവ നോക്കുന്നത്. അപ്പൊ 2 ഡോറ് വന്ന് 2 ഭാഗത്തുനിന്ന് കയറുമ്പോ രണ്ടും കൂടെ നോക്കിയിട്ട് അപ്പൊ വ്യത്യാസം വരില്ലേ? അത് വരും. അപ്പം രണ്ടിന്റെ കൂടെ അപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് പിന്നെ സൗത്ത് ഈസ്റ്റ് ഫിക്സ്ഡ് ഡയറക്ഷൻ മെത്തേഡ്, സൗത്ത് ഈസ്റ്റ് ഇത് ധനമാണ്, അതായത് വെൽത്ത് ആണ്. സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ഫിക്സ്ഡ് ഡയറക്ഷൻ മെത്തേഡില് സൗത്ത് ഈസ്റ്റ് ആണ് നമുക്ക് ശക്തിപ്പെടുത്തേണ്ടത്. എൻട്രൻസ് ഡയറക്ഷൻ മെത്തേഡില് ഇപ്പൊ കിഴക്കുന്ന കയറുകയാണെങ്കിൽ കിഴക്കുന്ന എടുക്കുമ്പോഴത്തേക്ക് അത് പിന്നെ എത്രാമത്തെ നോക്കണം, കിഴക്കുന്ന പിന്നെ 7ാമത്തെ വരും. അപ്പം വടക്ക് കിഴക്ക് വരും, നോർത്ത് ഈസ്റ്റ് വരും. അപ്പൊ നോർത്ത് ഈസ്റ്റ് ആണ് സമ്പത്തുമായിട്ട് പോകും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഏത് ഭാഗമാണ് നോക്കിയിട്ട് ആ ഭാഗം, രണ്ടിടത്തും ഇവിടെ പ്രവേശനം ഉണ്ടെങ്കിൽ അത് 2 ശരിയാക്കിയാലേ ഫുൾ ആവുള്ളൂ, അതിന്റെ കറക്ഷൻ പൂർണ്ണമാവുള്ളൂ. ആ 2 ഭാഗം നോക്കിയാൽ മതി. ആ 2 ഭാഗം നോക്കണം. ഫിക്സ് ഡയറക്ഷനിലും ആ 2 ഭാഗം നോക്കണം, എൻട്രൻസ് ഡയറക്ഷനിലും 2 ഭാഗം നോക്കണം. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പൊ ഇത് നമുക്കിനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരും. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ആണ് നിങ്ങൾ തന്നെ വീട്ടിലേക്ക് പോയി നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന എവിടെ നിന്നാണ്, ഏത് ഡയറക്ഷനിൽ നിന്നാണ് നോക്കുക. നോക്കിയിട്ട് അപ്പൊ അവിടെ ഇതുപോലെ ഓരോന്നിനും എവിടെയൊക്കെയാണെന്ന് നോക്കുക. അപ്പൊ അവിടെ എനർജൈസ് ചെയ്യാൻ എങ്ങനെ ചെയ്യും, എനർജൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഇനി വരും. നമ്മളത് കൂടുതലായിട്ട് ഇനി വരും. പിന്നെ ലോ ഷൂസ്കറൊക്കെ വരുമ്പം വരും, അതിലേക്ക് വരാം. ഇതിപ്പം പിന്നെ ഫെങ്ഷിയുടെ 4ാമത്തെ ചാപ്റ്റർ ആണ്, ക്വാ നമ്പർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്വാ നമ്പർ. അതിന് ഇംഗ്ലീഷില് KUA എന്നാണ്, ക്വാൻ എന്ന് പറയുന്നത്. ക്വാ എന്നാണ് മലയാളത്തിൽ പറയുന്നത്, ക്വാ നമ്പർ. പക്ഷെ ഇംഗ്ലീഷിൽ KUA നമ്പർ എന്നാണ് ഇത്, ക്വാ നമ്പർ. ഇവിടെ ഇത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ക്വാ നമ്പർ ഉണ്ട്. ഞാൻ നേരത്തെ പറയും, നമ്മൾ ഓരോരുത്തരും ഏത് പഞ്ചശക്തികളിൽ ഏതിന്റെ സ്വാധീനത്തിലാണ്, നമ്മൾ ജലമാണോ അഗ്നിയാണോ അതോ മരമാണോ ലോഹമാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ക്വാ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ക്വാ നമ്പർ കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ ക്വാ നമ്പർ വെച്ചിട്ടാണ് പഞ്ചശക്തികളിൽ ഏത് ശക്തിയിലാണ് നമ്മൾ വരുന്നതെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന് ക്വാ നമ്പർ വളരെ പ്രധാനപ്പെട്ടാണ്. എന്താണ് ഈ ക്വാ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമുക്ക് ഓരോരുത്തരും ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നാണ് ക്വാ നമ്പർ കാണുന്നത്. അപ്പം ഇത് പുസ്തകത്തിലുണ്ടത്, എഴുതണമെങ്കിൽ എഴുതാം. ചൈനീസ് കലണ്ടറിനെ ആസ്പദമാക്കിയാണ് ഓരോരുത്തരുടെയും ക്വാ നമ്പർ കണ്ടുപിടിക്കുന്നത്. എഴുതണമെങ്കിൽ എഴുതാം, എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് പുസ്തകത്തിലുണ്ട് ചൈനീസ് കലണ്ടർ. അപ്പൊ ചൈനീസ് കലണ്ടറിൽ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറുമായിട്ട് ബന്ധം. പക്ഷെ ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് അവരുടെ മാസം തുടങ്ങുന്നത്, ഇയർ തുടങ്ങുന്നത്. നമ്മുടെ ജനുവരി 1 എന്ന് പറഞ്ഞാണ് ഇവിടെ ഇംഗ്ലീഷിൽ തുടങ്ങുന്നത്. അതുപോലെ അവിടെ ഈ ഫെബ്രുവരി മാസം 20-ാം തീയതി ഇംഗ്ലീഷ് കലണ്ടറിൽ ഫെബ്രുവരി 20-ാം തീയതിയാണ് ചൈനീസ് കലണ്ടർ പ്രകാരം അവരുടെ ആദ്യത്തെ മാസത്തിലെ ആദ്യത്തെ ദിവസം. അപ്പൊ അതുകൊണ്ട് ജനുവരി മാസം 1 മുതൽ, ജനുവരി മാസം 1 ആകുമ്പോൾ ഇംഗ്ലീഷ് കലണ്ടറിൽ പുതിയ വർഷമാകും. ഫെബ്രുവരി 20 ആകുമ്പോഴേ ചൈനീസ് കലണ്ടറിൽ പുതിയ വർഷമാകുള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് ജനിക്കുകയാണെങ്കിൽ, അതായത് ഏത് വർഷത്തിലായാലും ജനുവരി 1-നും ഫെബ്രുവരി 20 വരെയുള്ള ദിവസത്തിലാണ് നമ്മൾ ജനിക്കുന്നതെങ്കിൽ
നമ്മുടെ ജനന വർഷത്തിൽ നിന്ന് 1 കുറയ്ക്കണം. ക്ലിയർ ആയല്ലോ? ജനുവരി 1 മുതൽ ഫെബ്രുവരി 20 വരെ, ജനുവരി 1 മുതൽ ഫെബ്രുവരി 20 വരെയാണ് നമ്മുടെ ജനന തീയതിയെങ്കിൽ നമ്മുടെ ജനന വർഷം ഏതാണോ ആ വർഷത്തിൽ 1 കുറയ്ക്കണം. കാരണം ഫെബ്രുവരി 20 ആകുമ്പോഴേ അടുത്ത വർഷത്തേക്ക് പോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഇത്രയും ഡേറ്റിൽ ഏതെങ്കിലും ഡേറ്റിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ ജനന വർഷത്തിൽ നിന്ന് 1 കുറയ്ക്കണം. ജനുവരി മാസം 1 മുതൽ ഫെബ്രുവരി മാസം 20 വരെ ജനിച്ചവർ അവരുടെ ജനന വർഷത്തിൽ നിന്നും 1 കുറയ്ക്കണം. വേണമെന്ന് എഴുതിക്കോളൂ. എഴുതിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ഇനി അത് കഴിഞ്ഞിട്ട് അപ്പം ജനന വർഷത്തിൽ നിന്ന് 1 കുറച്ചിട്ട് അത് 1 കുറയ്ക്കുന്ന എല്ലാവർക്കും അല്ല, ഫെബ്രുവരി 20 കഴിഞ്ഞാണ്, ഫെബ്രുവരി 21 മുതൽ ഡിസംബർ 31 വരെ ജനിച്ചവർക്ക് 1 കുറയ്ക്കണ്ട. ജനനവർഷം ഏതാണോ അതുപോലെ തന്നെ എടുക്കണം. ജനനവർഷം അതുപോലെ തന്നെ എടുക്കണം. നിങ്ങൾ എല്ലാവരും എടുത്തു പോകുക നിങ്ങളുടെ ജനനവർഷം. നിങ്ങളുടെ ജനനവർഷം എടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും ജനുവരി 1 മുതൽ ഫെബ്രുവരി 20 വരെ ആ സമയത്താണ് ജനിച്ചതെങ്കിൽ ആ ജനനവർഷത്തിൽ നിന്ന് 1 കുറയ്ക്കുക. ഫെബ്രുവരി 21 മുതൽ ഡിസംബർ 31 വരെയുള്ള ആ ഡേറ്റിനിടയ്ക്കാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ജനനവർഷം എന്താണോ അതുപോലെ തന്നെ എടുക്കുക. അതിന് 1 കുറയ്ക്കണ്ട, 1 കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യണ്ട. എല്ലാവരും എടുത്തെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ്, ഫെബ്രുവരി 20 കഴിഞ്ഞ് ജനിച്ചവർ ജനനവർഷം അതുപോലെ എടുക്കണം. ഇപ്പൊ പറഞ്ഞാണ് ഫെബ്രുവരി 20 കഴിഞ്ഞിട്ടാണ് ജനിച്ചതെങ്കിൽ ജനനവർഷം അതുപോലെ തന്നെ എടുക്കണം. പ്രസ്തുത ജനനവർഷത്തിന്റെ അവസാനത്തെ 2 നമ്പർ കൂട്ടണം. ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. പ്രസ്തുത ജനനവർഷത്തിന്റെ അവസാനത്തെ 2 അക്കങ്ങൾ കൂട്ടണം. അപ്പൊ എല്ലാവരും കൂട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെ കൂട്ടിയിട്ട് ഇനി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യാസമുണ്ട്. പുരുഷനാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടിക്കിട്ടിയ ആ നമ്പർ ഇപ്പോ 10 കൂടുതലാണെങ്കിൽ, അതായത് 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അത് രണ്ടുകൂടെ വീണ്ടും ഒന്നുകൂടെ കൂട്ടി സിംഗിൾ ഡിജിറ്റ് ആക്കണം. 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഇങ്ങനെ ജനനവർഷത്തിൽ അവസാനത്തെ 2 അക്കങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്നത് 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ, അത് 2 അക്കമുള്ള നമ്പർ ആണെങ്കിൽ ആ രണ്ടും തമ്മിൽ വീണ്ടും കൂട്ടി ഒറ്റ അക്കമുള്ള നമ്പർ ആക്കണം. ഇങ്ങനെ കൂട്ടിക്കിട്ടുന്ന സംഖ്യ 2 അക്കമുള്ളതാണെങ്കിൽ പ്രസ്തുത അക്കങ്ങൾ തമ്മിൽ ഒറ്റ അക്കമാകുന്നത് വരെ കൂട്ടുക. എഴുതി കാണുന്നതായിരിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന സംഖ്യയെ 10ൽ നിന്ന് കുറയ്ക്കണം. ഈ ഒറ്റ അക്കം ആക്കിയിട്ട് 10ൽ നിന്നും അത് കുറയ്ക്കുമ്പോൾ പുരുഷന്മാരുടെ ക്വാ നമ്പർ കിട്ടും. പുരുഷന്മാരുടെ ക്വാ നമ്പർ കിട്ടുന്നതാണ്. സ്ത്രീകൾക്ക് അങ്ങനെയല്ല, ഒത്തിരി വ്യത്യാസമുണ്ട്. പുരുഷന്മാരുടെ ക്വാ നമ്പർ കിട്ടുന്നത് ജനുവരി 1 ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 20 വരെയാണ് ജനനമെങ്കിൽ ജനനവർഷത്തിൽ നിന്ന് 1 കുറയ്ക്കുക. അല്ലാത്തൊരു ജനനവർഷം അതുപോലെ എടുക്കുക. എന്നിട്ട് അവരുടെ അവസാനത്തെ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. അവസാനത്തെ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് പുരുഷന്മാർക്ക് ആ കൂട്ടിക്കിടുന്ന സംഖ്യ അത് ഒറ്റ സംഖ്യ ആക്കി തമ്മിൽ കൂട്ടി ഒറ്റ സംഖ്യ ആക്കിയിട്ട് 10ൽ നിന്ന് കുറയ്ക്കണം. സ്ത്രീകൾക്ക് ആ സംഖ്യ 5 കൂട്ടണം. അതായത് സ്ത്രീകളുടെ ക്വാ നമ്പർ കിട്ടുന്നതിന് മേൽപ്പറഞ്ഞ 2 അക്കങ്ങൾ കൂട്ടിക്കിട്ടുന്ന സംഖ്യയോട് 5 കൂട്ടണം. 5 കൂടെ കൂട്ടണം. 5 കൂടെ കൂട്ടുമ്പോൾ അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ കിട്ടുകയാണെങ്കിൽ വീണ്ടും കൂട്ടി ഒറ്റ ഡിജിറ്റ് ആക്കണം. ഇത് കാണുന്ന വിചാരിക്കുന്നു. ഇത് ഒറ്റ സംഖ്യ ആകുന്നത് വരെ കൂട്ടണം. അപ്പൊ സ്ത്രീകളുടെ ക്വാ നമ്പറും അത് കിട്ടും. അപ്പൊ പുരുഷന്മാരുടെ ക്വാ നമ്പറും സ്ത്രീകളുടെ ക്വാ നമ്പറും കണ്ടുപിടിക്കേണ്ടത് ഈ മെത്തേഡാണ്. ഒരു ഉദാഹരണം ഇപ്പൊ നോക്കുക. 13/6/1945 ജനിച്ചുകൊണ്ടിരിക്കട്ടെ. താഴോട്ടുള്ള നോക്കട്ടെ. ആദ്യത്തെ നോക്കുക. ഒരാളുടെ ജനനം 13/6/1945 അപ്പൊ ഇവിടെ 6ാം മാസത്തിലാണ് ജനിച്ചിരിക്കുന്നയാള്. അപ്പൊ ഫെബ്രുവരി 20 കഴിഞ്ഞു. അപ്പം ജനനവർഷം അതുപോലെ തന്നെ എടുക്കണം കേട്ടോ. ജനനവർഷം 1945 എടുക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റ് 4 5 കൂടെ കൂട്ടുക. 4 5 9. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 4 5 9.
ഈ പുരുഷന്മാരാണെങ്കിൽ ഈ 9ന്റെ കൂടെ 5 അല്ല, പുരുഷന്മാരാണെങ്കിൽ 10 ഇത് കുറയ്ക്കണം. അപ്പൊ 10 - 9 1 കിട്ടും. അപ്പൊ അവരുടെ പുരുഷന്മാരാണെങ്കിൽ കോ നമ്പർ 1 13/6/1945 ജനിച്ച ഒരു പുരുഷന്റെ കോ നമ്പർ 1. ഇനി സ്ത്രീകളാണെങ്കിൽ ഇവിടെ 9 കിട്ടി, 4 5 9 കിട്ടി, ആ 9ന്റെ കൂടെ 5 കൂട്ടണം. അപ്പൊ 9 5 14. അപ്പൊ 2 ഡിജിറ്റ് ആണ്, 1 4. അപ്പൊ 1 4 കൂടെ കൂട്ടുമ്പോ 5. അപ്പൊ സ്ത്രീകളാണെങ്കിൽ കോ നമ്പർ 5 കിട്ടും. നല്ല സിമ്പിൾ ആണോ ഒന്ന് കോ നമ്പർ? അപ്പം 13/6/45 1945 ജനിച്ച പുരുഷന്മാരുടെ കോ നമ്പർ 1 സ്ത്രീകളുടെ കോ നമ്പർ 5. ഇനി വേറെ എക്സാമ്പിൾ ഇവിടെ. ജനനം 5/2/1985 ജനിച്ച ഒരാൾ, അത് പുരുഷന്റെയും സ്ത്രീയുടെയും കോ നമ്പർ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. 1985 5/2 ജനിച്ചത്. 5/2 20/2 ആയില്ല. അപ്പൊ അതുകൊണ്ട് ജനന വർഷത്തിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പൊ 1985 1 കുറയ്ക്കുമ്പോൾ 1984. എന്നിട്ട് ലാസ്റ്റ് 2 ഡിജിറ്റ് കൂട്ടണം. 8 4 12. അപ്പൊ അവിടെ 2 ഡിജിറ്റ് നമ്പർ ആണോ 12. അപ്പൊ 1 2 കൂടെ കൂട്ടി 3 ഒറ്റ ഡിജിറ്റ് ആക്കണം. എന്നിട്ട് പുരുഷന്മാരെ 10 ഈ 3 കുറയ്ക്കുമ്പോൾ 7 കിട്ടും. അപ്പൊ അവിടെ കോ നമ്പർ 7. സ്ത്രീകളാണെങ്കിൽ 5 ഈ 3ന്റെ കൂടെ 5 കൂട്ടണം, 8 കോ നമ്പർ. അപ്പം 5/2/1985 ജനിച്ച പുരുഷന്മാരുടെ കോ നമ്പർ 7 സ്ത്രീകളുടെ കോ നമ്പർ 8. ഇത് കണ്ടുപിടിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ട്? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കോ നമ്പർ കണ്ടുപിടിക്കുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കോ നമ്പർ കണ്ടുപിടിക്കുക. ക്ലിയർ ആയോ എല്ലാവർക്കും? നിങ്ങളുടെ കോ നമ്പർ കണ്ടുപിടിച്ചോ എല്ലാവരും? പറയാം, കണ്ടുപിടിച്ച് കഴിഞ്ഞെങ്കിൽ പറയാം. നിങ്ങളുടെ കോ നമ്പർ ഈ ചെയ്തേക്കുന്നതല്ല, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കോ നമ്പർ കണ്ടുപിടിച്ചോ? ഹലോ പറയുക. കേട്ടില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് സാർ എക്സാമ്പിൾ പറയില്ല. സ്ത്രീയുടെ കണ്ടുപിടിക്കുന്ന സ്ത്രീയുടെ ആ നമ്പറിനോട് 5 കൂട്ടും, അത്രേ ഉള്ളൂ. 10 കുറച്ച് ഏത് നമ്പറാണോ ആ നമ്പറിനോട് നമ്മൾ 5 കൂട്ടുന്നു. പുരുഷന്മാരുടെ 10 കുറച്ചു, ഇവിടെ 10 9 കുറച്ചു, മറ്റേ 9 5 കൂട്ടി. ആ 9 കിട്ടിയല്ലോ നമുക്ക്. അത് 10 കുറച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ കിട്ടും. 5 സ്ത്രീകളുടെതാണ് 5 കൂട്ടണം, അത്രേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. പുരുഷന്മാരുടെ കോ നമ്പർ കിട്ടാൻ 10 നിന്നും ആ ആദ്യം കിട്ടിയ നമ്പർ കുറയ്ക്കണം. സ്ത്രീകളുടെ കിട്ടണമെങ്കിൽ ആ നമ്പറിനോട് 5 കൂട്ടണം. എല്ലാവർക്കും കിട്ടിയ നിങ്ങളുടെ കോ നമ്പർ? ആർക്കെങ്കിലും കിട്ടാറുണ്ടോ? കിട്ടാതെ ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാകാത്തവരോ കിട്ടാത്തവരോ? ഓക്കെ. അപ്പൊ ഇപ്പൊ എല്ലാവരും അവരവരുടെ കോ നമ്പർ അറിയാം. ഇനി ഈ കോ നമ്പർ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പഞ്ചശക്തികൾ ഏത് ശക്തിയാണെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ നോക്കുക, കോ നമ്പർ പഞ്ചശക്തി. കോ നമ്പർ 1 കിട്ടിയാൽ ആരെങ്കിലും ഉണ്ടോ? കോ നമ്പർ 1 കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കോ നമ്പർ 1 ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ പറയണ്ട. ആരെങ്കിലും ഉണ്ടെങ്കിൽ സുരേഷിന് 1. വേറെ ആരെങ്കിലും ഉണ്ടോ? മധു 1. കോ നമ്പർ 1 കിട്ടിയല്ലേ? എങ്കിൽ 2 പേർക്ക് 1. അപ്പൊ 1 കോ നമ്പർ എങ്കിൽ നിങ്ങൾ പഞ്ചശക്തികളിൽ ജലത്തിന്റെ സ്വാധീനത്തിലാണ്, വാട്ടറിലാണ്. കോ നമ്പർ 1 വരുന്നവരെ ജലമാണ് അവരുടെ പഞ്ചശക്തികൾ. അവർ ജലമാണ് അവരെ സ്വാധീനിക്കുന്ന പഞ്ചശക്തി ജലമാണ്. ഇനി കോ നമ്പർ 2 ആരെങ്കിലും ഉണ്ടോ? കോ നമ്പർ 2 പറയാം. ആരാണ്? ഷാജി. അപ്പം 2 കോ നമ്പർ വരുന്നവര്
ഭൂമിയാണ് അവരുടെ പഞ്ചശക്തികളിൽ ഭൂമിയുടെ സ്വാധീനത്തിലാണ് അവർ. ക്വാ നമ്പർ 2 വരുന്നവരെല്ലാം പഞ്ചശക്തികളിൽ ഭൂമിയുടെ സ്വാധീനത്തിലാണ്. ഇനി ക്വാ നമ്പർ 3 വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ക്വാ നമ്പർ 3 ഉണ്ട് സാറേ, സുരേഷ് കുമാർ. അപ്പൊ ക്വാ നമ്പർ 3 വരുന്നവര് മരത്തിന്റെ ശക്തിയാണ് അവർക്ക്. മരം, വുഡ്, അവരുടെ പഞ്ചശക്തികളിൽ വുഡിന്റെ സ്വാധീനത്തിലുള്ളവരാണ് ക്വാ നമ്പർ 3. ഈ ക്വാ നമ്പർ 4 ആരെങ്കിലും ഉണ്ടോ? ക്വാ നമ്പർ 4. അതിന്റെ പേര് പറയും. അനിൽ 4 ആണോ ക്വാ നമ്പർ? 4 ആണെങ്കിലും മരം തന്നെയാണ്. ക്വാ നമ്പർ 3 വന്നാലും ക്വാ നമ്പർ 4 വന്നാലും അവർ മരമാണ്, അവരുടെ മരത്തിന്റെ സ്വാധീനത്തിലുള്ളവരാണ്. ഇനി ക്വാ നമ്പർ 5 ഉള്ള ആരെങ്കിലും ഉണ്ടോ? ക്വാ നമ്പർ 5 ആരുമില്ല. 5 ആരെങ്കിലും 5 ഉണ്ടെങ്കിൽ അവരും ഭൂമിയിലാണ്. അതായത് 2ഉം 5ഉം, 3ഉം 4ഉം മരമാണ്, 2ഉം 5ഉം ഭൂമിയാണ്, ഭൂമിയുടെ സ്വാധീനത്തിലുള്ളവരാണ്. ഇനി 6 ക്വാ നമ്പർ ഉള്ളവരുണ്ടോ? ആരാണ്? ശബ്ദം കുറച്ച് പറയാ, കേട്ടില്ല. അഖിൽ. ഓക്കെ. 6 ക്വാ നമ്പർ ഉള്ളവര് ലോഹത്തിന്റെ സ്വാധീനത്തിലുള്ളവരാണ്, മെറ്റൽ. അടുത്ത 7 ക്വാ നമ്പർ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സാറേ. ബിജു. വേറെ ആരെങ്കിലും ഉണ്ടോ? 7 ഇല്ല. രാജീവ്. അപ്പൊ 6ഉം 7ഉം 2 ലോഹമാണ്. 6ഉം 7ഉം ക്വാ നമ്പർ ഉള്ളവര് ലോഹത്തിന്റെ സ്വാധീനത്തിലുള്ളവരാണ്. അടുത്ത 8 ആരെങ്കിലും ഉണ്ട്? 8 ക്വാ നമ്പർ ഉള്ളവര്. 8 ക്വാ നമ്പർ ഉള്ളോ? ജയകുമാർ. അതും ഭൂമിയാണ്. അതായത് 2ഉം 5ഉം 8ഉം ഇത് 3ഉം ഭൂമിയാണ്. അടുത്ത 9 ക്വാ നമ്പർ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സാറേ. പ്രദീപ്. ഉണ്ട്. ആരാണ്? മഹേന്ദ്രലാൽ. വേറെ? ദിനേശ്. പ്രദീപ്. 3 പേരും 9ആണ്. സലീന. അപ്പൊ 9 ക്വാ നമ്പർ ഉള്ളവര് അഗ്നിയാണ്, അവരുടെ പഞ്ചശക്തികളിൽ അഗ്നിയുടെ സ്വാധീനത്തിലുള്ളവരാണ്. ഇനി ഇവിടെ ഈ ഓരോ പഞ്ചശക്തികളിലുള്ളവർക്ക് ചില ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ പഞ്ചശക്തിയിലുള്ളത് കാരണം അവർക്ക് ചില സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ ഇവരുടെ ഓരോരുത്തരുടെയും സ്വഭാവം ഞാൻ ഒന്ന് പറയാം, ശരിയാണോ നിങ്ങൾ പറയണം. നിങ്ങളുടെ അതായത് ജലത്തിന്റെ സ്വാധീനത്തിലുള്ളവർ, നമുക്കറിയാം ജലം ഏത് പാത്രത്തിലെടുത്താലും ആ പാത്രത്തിന്റെ ഷേപ്പിലും വരും. അതായത് ഏത് പരിതസ്ഥിതിയോടും ഇണങ്ങിപ്പോകാൻ സാധിക്കുന്നവരായിരിക്കും. എവിടെ കൊണ്ടിട്ടാലും അവരവിടെ അതുമായിട്ട് ആ സ്ഥലമായിട്ട് അവരങ്ങ് ചേരും. അവർക്ക് ഒരു സ്ഥലത്ത് കൊള്ളാം, മറ്റൊരു സ്ഥലത്ത് മോശം, അങ്ങനത്തെ ആ ഒരു ഇതില്ലാതെ എവിടെ ആയാലും ഏത് പരിതസ്ഥിതിയോടായാലും ആ പരിതസ്ഥിതിയുമായി യോജിക്കാൻ ഉള്ള കഴിവ് ഈ ജലം എന്നുള്ള പഞ്ചശക്തിയിലുള്ളവർ കൂടുതലായിരിക്കും. അപ്പൊ ഇപ്പൊ ക്വാ നമ്പർ 1 ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടോ? അതാണോ അവരുടെ സ്വഭാവം? പരിതസ്ഥിതികളായിട്ട് യോജിച്ചു പോകാൻ സാധിക്കുന്നവരാണോ? ഏറെക്കുറെ. വേറെ അല്ലാത്ത ആരും ഉണ്ടോ? ക്വാ നമ്പർ 1 ഈ സ്വഭാവത്തിൽ അല്ലാത്ത ആരും ഉണ്ടോ? ഓക്കെ. അതുപോലെ 2, 5, 8 ഇത് 3 ഭൂമിയാണ്. ക്വാ നമ്പർ 2, ക്വാ നമ്പർ 5, ക്വാ നമ്പർ 8 ഈ 3 ക്വാ നമ്പർ ഉള്ളൊരു ഭൂമിയാണ് അവരുടെ. അപ്പൊ ഭൂമിയുടെ ഇതുണ്ടോ? നമുക്ക് ഭൂമിയോളം ക്ഷമിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങേയറ്റം ക്ഷമാശീലരായിരിക്കും. ആരൊക്കെ എന്ത് ചെയ്താലും അവരെല്ലാം ക്ഷമിക്കുക. അവരെന്തെങ്കിലും മറ്റുള്ളവർ എന്ത് ചെയ്താലും ക്ഷമിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കും അവർ. ഈ 2ഉം 5ഉം 8ഉം ആ 2, 5, 8 അങ്ങനെ ക്ഷമാശീലരാണോ നിങ്ങൾ? കേട്ടില്ല. ഏറെക്കുറെ. മറ്റു വേറെ ആരെങ്കിലും ഭൂമിയിലുള്ള വേറെ ആരെങ്കിലും? ഓക്കെ. ഇനി അടുത്തത് മരം. 3ഉം 4ഉം
ക്വാ നമ്പർ 3, 4 ഉള്ളൊരു മരമാണ്. ഈ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വെളിയിൽ കളയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ വെളിവിടും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഉള്ളിൽ കൂടുമ്പോൾ നമുക്ക് ദോഷമാണ്. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഉച്ഛ്വാസ വായുവിൽ കൂടി നമ്മുടെ ബ്രീത്തിങ് ഔട്ട്, വെളിയിലേക്ക് ശ്വാസം വെളിവിടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ വെളിയിൽ കളയുന്നത് കൂടുതൽ. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് നമുക്ക് ആവശ്യമായ ഓക്സിജൻ നമുക്ക് തരികയാണ്. അപ്പൊ അതായത് മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഥവാ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും ശരി, മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും അത് അവരെ സഹിച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കും. ആ ഒരു സ്വഭാവ വിശേഷമുള്ളവരാണ് ഈ മരം വരുന്നത്. 3, 4. 3, 4 ഉള്ളവരാരെങ്കിലും ആ സ്വഭാവം ആണോ? ശരിയാണ്. അത് നമുക്ക് എന്തെങ്കിലും പ്രയാസം വന്നാലും ശരി, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് അവര് തയ്യാറായിരിക്കും. അതാണ് ഈ മരത്തിൻ്റെ അത്. പിന്നെ ലോഹം 6, 7. ലോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, ലോഹം നല്ല കട്ടിയാണ്. കുറച്ചുകൂടെ സാധാരണ മറ്റുള്ളവരായിട്ട് നല്ല കട്ടിയാണ് ലോഹം. വളയവും പിരിയൊന്നുമില്ല. അത് കുറച്ചൊരു എന്താ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള അങ്ങനത്തെ ഒരു സ്വഭാവം. കുറച്ച് സെൽഫിഷ് ആയിരിക്കും അവർ. മറ്റുള്ള, അതായത് എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ എന്നുള്ളൊരു സെൽഫിഷ്നെസ് മറ്റുള്ളവരെക്കാൾ അവർ കുറച്ച് കൂടുതലായിരിക്കും. മാത്രമല്ല, പെട്ടെന്ന് അങ്ങ് ആരുടെയും അഭിപ്രായം അങ്ങ് വഹിച്ചു കൊടുക്കില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിപ്രായം ഉണ്ട്, ആ അഭിപ്രായത്തിൽ തന്നെ പിടിച്ചു വയ്ക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ളതാണ് ഈ ലോഹം വരുന്നത്. അത് ശരിയാണോ? കേൾക്കുന്നില്ല, ഉറച്ചു പറയണം. കറക്റ്റാണ്. അപ്പം ഈ കറക്റ്റ് ആകുന്നവരെക്കാൾ ആകാത്തവരാരോടുണ്ടെങ്കിൽ പറയണം. ഇനി അഗ്നി 9. അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, പെട്ടെന്ന് വികാരം വരുന്നത്. ചെറിയൊരു കാര്യം മതി അങ്ങേയറ്റം സങ്കടപ്പെടും. ചെറിയൊരു സങ്കടത്തിന്റെ ഒരു കാര്യം മതി അങ്ങേയറ്റം സങ്കടപ്പെടും. ചെറിയൊരു കാര്യം അങ്ങേയറ്റം ഇമോഷണലാവും. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും. അങ്ങനെയുള്ള പെട്ടെന്ന് ഇമോഷൻസിന്. അതുപോലെ തന്നെ ഈ അഗ്നിയിലുള്ളവർക്ക് വേറൊരു ഇതുണ്ട്. ഏത് കാര്യവും 100% ശരിയായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണ് അവർ. ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കുന്നവരുമായിരിക്കും. പക്ഷെ മറ്റുള്ളവരിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് ക്ഷമിക്കാൻ അവർക്ക് പറ്റില്ല. ഇപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും 100% ചെയ്യുന്ന, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള സ്വഭാവം. എനിക്കത് ചെയ്യാൻ ഞാൻ 100% ആണ്. ഏത് കാര്യത്തിലും ഞാൻ 100% ആണ്. എല്ലാവരും 100% ആയിരിക്കണം. എല്ലാവരും സാധാരണ 100% ആവില്ല. എന്നെ പോലെ എല്ലാവരും 100% ആത്മാർത്ഥയോട് ജോലി ചെയ്യണം എന്നുള്ള ഒരു പിടിവാശി അവർക്ക് കാണും. അത് അങ്ങനെ ചെയ്യാത്തവരോട്, 100% ചെയ്യാൻ സാധിക്കാത്തവരോട് ക്ഷമിക്കാൻ അവർക്ക് പ്രയാസമാണ്. അഗ്നിക്ക് ക്ഷമ കുറവാണ്. കാരണം കത്തിക്കഴിഞ്ഞാൽ അത് ക്ഷമിക്കുന്നില്ല. കത്തി എല്ലാം ചാമ്പലായിക്കൊണ്ട് പോകും. അപ്പൊ ആ ഒരു പെട്ടെന്ന് വികാരത്തിൽ അധീനരാകും. പെട്ടെന്ന് കോപം, ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും. അപ്പൊ അങ്ങനെ ക്ഷിപ്രകോപികളും അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. അതുപോലെ മറ്റുള്ളവരുടെ തെറ്റിനെ ക്ഷമിക്കാൻ പ്രയാസമായിരിക്കും. അവര് 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. ഇവിടെ അഗ്നി ആരാണോ? ശരിയാണോ സ്വഭാവം? എല്ലാവർക്കും ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, 99%ഉം ഈ സ്വഭാവം കറക്റ്റായിട്ട് വരും. അപൂർവം ചില ഒന്നുകിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വന്ന എന്തെങ്കിലും തെറ്റുകൊണ്ടാകാം. പക്ഷെ സാധാരണ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണെങ്കിൽ ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ നോക്കിയിട്ടുള്ളതിൽ വളരെ റയറായിട്ട് ഒരു 100 പേരെ എടുത്ത ഒരാൾക്ക് പോലും സാധാരണ ഇങ്ങനെ മാറി വരില്ല. സാധാരണ അത്ര കറക്റ്റായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് പഞ്ചശക്തികളിൽ പെടുന്നവരുടെ സ്വഭാവ ഒരു ജനറൽ ആയിട്ടുള്ള. ഇത് 100% അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ എന്നാലും ജനറലി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ സ്വഭാവക്കാരായിരിക്കും ഓരോ ശക്തികളുടെയും പിന്നെ സ്വാധീനത്തിലുള്ളവരെ ഈ പ്രത്യേക സ്വഭാവക്കാരായിരിക്കും. അപ്പൊ ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ക്വാ നമ്പറും നമ്മുടെ സ്വഭാവവും ആയിട്ടുള്ള ബന്ധം, അതായത് സാമാന്യ ലക്ഷണങ്ങൾ. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞാണത്. ജലം ആയിട്ടുള്ളവർ ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെട്ടു പോകുന്നവരാണ്. മരം പരോപകാരികളാണ്. നമുക്ക് എന്തെങ്കിലും ദോഷം വന്നാലും മറ്റുള്ളവർ ഗുണം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നവരാണ്. അഗ്നി പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമയാകുന്നവർ, എല്ലാം കൃത്യമായി നടക്കണമെന്ന് ആഗ്രഹമുള്ളവർ,
മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിക്കാൻ പ്രയാസമുള്ളവർ. ഇതൊക്കെ അഗ്നിയിൽ വരും. ഭൂമി ക്ഷമാശീലം, ഭൂമിയോളം ക്ഷമ. ലോഹം കുറച്ച് കഠിനഹൃദയമായിരിക്കും, കാഠിന്യം കൂടുതലായിരിക്കും അവർക്ക്, സ്വന്തം കാര്യത്തിന് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കും. മുകളിൽ വിവരിച്ചിരിക്കുന്നത് വിവിധ പഞ്ചശക്തികളിൽപ്പെട്ടവരുടെ പൊതുവായ ലക്ഷണങ്ങളാണ്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഇതിനെ വന്നേക്കാം. അതായത് പൊതുവായിട്ട് എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും. സാർ ഒരു സംശയം. ആ, അപ്പൊ 2000 ജാനുവരി ഒക്കെ ജനിച്ച ആളാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 00 വരുമല്ലോ. അപ്പൊ 00 വരുമ്പം 0 പിന്നെ 0 കൂടുമ്പോൾ 0 ആയിരിക്കും. ലാസ്റ്റ് 2 ഡിജിറ്റ് കൂട്ടുമ്പോൾ 0 തന്നെ ആയിരിക്കും. ജാനുവരി വരുമ്പോ ഒന്ന് കുറക്കണം എന്ന് പറഞ്ഞില്ലേ സാറ്? ഫെബ്രുവരി ആകുമ്പോൾ 1 പറയും. അപ്പൊ അവർക്ക് പിന്നെ 0 10 1 പറയുമ്പോൾ 9 എടുക്കണം. അങ്ങനെ എടുക്കട്ടെ, 9 എടുത്താൽ മതി അല്ലേ? 9. അപ്പൊ 00 എന്ന് പറഞ്ഞ എന്തെയോ? അല്ല, 0 എന്ന് വരുമ്പോഴത്തേക്ക് നമ്മള് പിന്നെ ഫെബ്രുവരി ജാനുവരിക്ക് ഉള്ളവര് 2000 എന്ന് പറയുമ്പോഴത്തേക്ക് 2000 ശരിക്കും 00 എന്നല്ല കുറയ്ക്കണ്ടേ, 2000 എന്നാണ് 1 കുറയ്ക്കണ്ടേ. 2000 1 കുറയ്ക്കുമ്പോൾ 1999 വരും. അപ്പൊ 9 എന്ന് വരും, ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. ഫെബ്രുവരി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലോ? ഫെബ്രുവരി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ 2000 തന്നെ എടുക്കണം. 2000 എടുക്കുമ്പോൾ അവസാനത്തെ 2 0 എന്ന് വരും. അപ്പൊ 0 കൂടെ കൂട്ടുമ്പോൾ 0 തന്നെ വരും. അപ്പൊ അവരുടെ പിന്നെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 0 വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പുരുഷന്മാരാണെങ്കിൽ പിന്നെ 10 0 കുറയുമ്പോൾ 10 കിട്ടും. അപ്പൊ 10ന്റെ പിന്നെ 1 0 കൂടെ കൂടുമ്പോൾ 1 വരും. അപ്പൊ അവര് പിന്നെ വാട്ടറാണ്, 1 ആണ്. അതേസമയം സ്ത്രീകളാണെങ്കിൽ 0ന്റെ കൂടെ 5 കൂട്ടണം, അപ്പൊ 5 വരും. പുരുഷന്മാർക്ക് 10 കുറയ്ക്കുക, 0 കുറയ്ക്കുമ്പോൾ 10 വരും. അപ്പോൾ 10 2 ഡിജിറ്റ് ആണ്, 1 0 കൂടെ കൂട്ടുമ്പോൾ 1 വരും. അപ്പൊ അവർ കോ നമ്പർ 1 ആണ്. 2000 ജനിച്ച പുരുഷന്മാരുടെ കോ നമ്പർ 1 ആണ്. സ്ത്രീകളുടേത് 0 5 കൂടെ കൂട്ടുമ്പോൾ 5 വരും. അപ്പൊ 5 ആണ്, സ്ത്രീകൾ 5 ആണ്. സെയിം പ്രൊസീജിയർ അല്ല. ഇത് നിങ്ങൾ നോക്കിയിട്ട് കോ നമ്പർ വിരുദ്ധ ശക്തികളിൽ വരുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കണം. വിരുദ്ധ ശക്തി, പ്രത്യേകിച്ചും ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അങ്ങനെ വിരുദ്ധ ശക്തികൾ വരുമ്പോൾ നിങ്ങൾ തമ്മിൽ മാനസികമായിട്ടുള്ള പ്രയാസം, ആര് കാരണമാണ് ഈ പ്രയാസം ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഭർത്താവ് കാരണം ഭാര്യയ്ക്കാണോ, അല്ലെ ഭാര്യയുടെ സ്വഭാവം കാരണം ഭർത്താവിനാണോ പ്രയാസം? ഇപ്പൊ ഭാര്യ ജലവും ഭർത്താവ് അഗ്നിയുമാണെങ്കിൽ ഭാര്യ കാരണമാണ് ഭർത്താവിന് പ്രയാസം ഉണ്ടാകുന്നത്. പക്ഷേ ഭർത്താവ് പിന്നെ ജലവും ഭാര്യ അഗ്നിയുമാണെങ്കിൽ ഭർത്താവ് കാരണം ഭാര്യയ്ക്കാണ് പ്രയാസം ഉണ്ടാകുന്നത്. അപ്പൊ ആര് കാരണം ആർക്ക് പ്രയാസം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരു ബിസിനസ് ഒക്കെ നടത്തുമ്പോൾ ആ ബിസിനസ്സിലെ പ്രധാനപ്പെട്ട ആയിട്ട് ഏറ്റവും ടോപ്പിലുള്ള അവർ രണ്ടുപേരുടെയും കോ നമ്പർ കണ്ടിട്ട് രണ്ടുപേരെയും നോക്കി കഴിഞ്ഞാൽ അവര് ഒരാൾ കാരണം മറ്റൊരാൾ നശിപ്പിക്കുന്നതാണെങ്കിൽ അവര് ബിസിനസ് ഷൈൻ ചെയ്യില്ല. കാരണം ഇപ്പൊ പിന്നെ ഏറ്റവും ടോപ്പിലുള്ള 2 പേരായിരിക്കും. അങ്ങനെ 2 പേര്, ഇപ്പൊ ഒരാള് ചെയർമാനും മറ്റേ മാനേജിംഗ് ഡയറക്ടറും ആയിരിക്കട്ടെ. അപ്പൊ ബിസിനസ്സിലെ ഏറ്റവും ടോപ്പിലുള്ള 2 പേര്. അപ്പൊ അവരിലെ ഒരാള് മറ്റേ ആളെ നശിപ്പിക്കുന്നതാണെങ്കിൽ അപ്പം പിന്നെ ആ നശിപ്പിക്കുന്ന ആൾക്ക് പ്രയാസം ഉണ്ടായിക്കൊണ്ട് അത് തമ്മിലുള്ള ആ ഇത് മാറ്റിയില്ലെങ്കിൽ, നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കോ നമ്പർ കണ്ടുപിടിച്ചിട്ട് കോ നമ്പർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നശിപ്പിക്കുന്ന ശക്തിയൊക്കെ ആണെങ്കിൽ അതിനിടയ്ക്കുള്ള ആ ശക്തി അവിടെ കൊണ്ടുവന്ന് അവർ തമ്മിലുള്ള ആ ഒരു ഭിന്നതയെ കുറയ്ക്കണം, അവർ തമ്മിലുള്ള ആ അകലത്തെ കുറയ്ക്കണം, അല്ലെങ്കിൽ ആ മാനസിക അവസ്ഥയിലുള്ള ആ വ്യത്യാസത്തിനെ കുറയ്ക്കണം. അപ്പൊ അങ്ങനെ കുറയ്ക്കുമ്പോൾ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുറയും. അത് ആ സ്ഥാപനമായാലും വീടായാലും ഏതായാലും അതിന് ഗുണമുണ്ടാകും, അല്ലെങ്കിൽ ഒരു മെച്ചം ഉണ്ടാകും. 2001 ജനുവരിയിലുള്ള പുരുഷന്മാരാണെങ്കിലും 2001 ജനുവരിയിലുള്ള പുരുഷന്മാരാണെങ്കിൽ സെയിം തന്നെ. 2001 1 കുറയ്ക്കണം, അപ്പൊ 2000 വരും. അപ്പൊ അവരുടെ 2000 ആണ്. അപ്പൊ അവസാനത്തെ 5 0 കൂടെ കൂട്ടുമ്പോൾ 0 വരും. പുരുഷന്മാരാണെങ്കിൽ 10 0 കുറയ്ക്കുമ്പോൾ 10 തന്നെ വരും. അപ്പൊ 10 1 0 കൂടെ കൂട്ടുമ്പോൾ 1 വരും. അപ്പൊ അവർ ഫയറാണ്. ജലമാണ്.
ഒന്നെന്ന് പറഞ്ഞാൽ ജലമാണ്. അപ്പൊ അവർ ജലത്തിന്റെ ഇത് വരും. ക്ലിയർ ആയല്ലോ? ആ പുസ്തകത്തിലുണ്ടാകുന്ന വായിച്ചു നോക്കിയിട്ട് നിങ്ങളെ വീട്ടിലുള്ള ഇത് ഭാര്യ ഭർത്താവ് മാത്രമാണെന്നില്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം, അച്ഛനും മക്കളും ആകാം, അങ്ങനെ ബ്രദേഴ്സ് ആകാം, സിസ്റ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ ബ്രദറും സിസ്റ്ററും ആകാം, ഇതെല്ലാം നോക്കാം. അപ്പൊ തമ്മിൽ ഒരാൾ കാരണം മറ്റൊരാൾക്ക് എന്തെങ്കിലും ക്ഷീണം പ്രയാസം ഉണ്ടാകുന്നു നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആ ക്ഷീണം ഉണ്ടാകുന്നതിനെ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ക്വാ നമ്പറും 935 ഇവിടെ നോക്കാം. അനുകൂല ദിശകൾ, അതായത് ഓരോ ക്വാ നമ്പർ ഉള്ളവർക്കും ഒരു ഏതെങ്കിലും ഒരു ദിശ അനുകൂലമായിരിക്കും, ചില ദിശകൾ പ്രതികൂലമായിരിക്കും. അപ്പൊ അവർക്ക് അനുകൂലമായിട്ടുള്ള ദിശകളാണ്, ഓരോ ക്വാ നമ്പർ ഉള്ളവർക്കും അനുകൂലമായ ദിശകളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത് പുസ്തകത്തിലുണ്ട്, എഴുതണമെന്നില്ല. ക്വാ നമ്പർ 1 ഉള്ളവർക്ക് സൗത്ത് ഈസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്, നോർത്ത്, ഈ ഓർഡറിലാണ്. അവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ദിശ സൗത്ത് ഈസ്റ്റ് ആണ്, തെക്ക് കിഴക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കിഴക്കാണ്, അത് കഴിഞ്ഞാൽ തെക്കാണ്, അത് കഴിഞ്ഞാൽ വടക്കാണ്. 1 ക്വാ നമ്പർ ഉള്ളവർ ഈ 4 ദിശകളാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള ദിശകൾ. അത് ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതിന്റെ ഇത് ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് പോലെ അല്ലെ അടുത്ത ക്ലാസ്സിൽ പറയും. ക്വാ നമ്പർ 1 ഉള്ളവർക്ക്. ക്വാ നമ്പർ 2 ഉള്ളവർക്ക് അവരുടെ അനുകൂല ദിശകൾ നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്. ഏറ്റവും കൂടുതൽ ഈ ഓർഡറാണ്. നോർത്ത് ഈസ്റ്റ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ അനുകൂല ദിശ, അത് കഴിഞ്ഞാൽ വെസ്റ്റ്, അത് കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ്, അത് കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ്. 4 ദിശകളെ ഇതിനകത്തുള്ളൂ, മറ്റ് 4 പ്രതികൂല ദിശകളായിരിക്കും. ഇതിനകത്ത് ഇല്ലാത്ത 4 ദിശകളും 8 ദിശയാണ്. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, 8 ദിശകളാണ്. 8 ദിശകളിൽ അനുകൂല ദിശകൾ 4 അപ്പൊ ഇതിലില്ലാത്ത ദിശകൾ പ്രതികൂല ദിശകളായിരിക്കും. ക്വാ നമ്പർ 3 ഉള്ളവർക്ക് സൗത്ത്, നോർത്ത്, സൗത്ത് ഈസ്റ്റ്, ഈസ്റ്റ്, ഇത് 4 അനുകൂല ദിശകൾ. ക്വാ നമ്പർ 4 ആണെങ്കിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. ക്വാ നമ്പർ 5 ആണെങ്കിൽ അനുകൂല ദിശകൾ നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്. അത് പുരുഷന്മാർക്ക്. ക്വാ നമ്പർ 5 വരുന്നവർക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യാസമുണ്ട്. ഈ നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ് ഉള്ള പുരുഷന്മാരാണ്. അതുപോലെ ക്വാ നമ്പർ 5 തന്നെ സ്ത്രീകളാണെങ്കിൽ സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. അടുത്ത ക്വാ നമ്പർ 6 ആണെങ്കിൽ നോർത്ത്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. 7 ആണെങ്കിൽ നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ്. 8 ആണെങ്കിൽ ക്വാ നമ്പർ സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. 9 ആണെങ്കിൽ ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇതെല്ലാം അവർക്ക് അനുകൂല ദിശകൾ, ഫേവറബിൾ ഡയറക്ഷൻസ്. അത് ഫെങ്ഷി പ്രകാരം ശരിക്കും നമ്മളെ ഇന്റഗ്രേറ്റഡ് വാസ്തു പറയുമ്പോൾ കുറച്ച് വ്യത്യാസം വരും, അത് പിന്നെ പറയാം. ഫെങ്ഷി പ്രകാരം ഇപ്പൊ ക്വാ നമ്പർ 1 ആണെങ്കിൽ അവർക്ക് അവരെന്ത് ചെയ്ത് തെക്ക് കിഴക്കോട് നോക്കി ചെയ്യുന്ന നല്ലതാണ്, അല്ലെങ്കിൽ കിഴക്കോട് നോക്കി ചെയ്യുന്ന നല്ലതാണ്, അല്ലെങ്കിൽ തെക്കോട് നോക്കി ചെയ്യുന്ന നല്ലതാണ്, അല്ലെങ്കിൽ വടക്കോട് അഭിമുഖമായിരിക്കുന്ന നല്ലതാണ്. അവർക്ക് ഈ 4 ദിശകളും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായ ദിശകളാണ്. ഇത് ഓരോന്നിനും വരും, ഓരോന്നിന്റെ അനുകൂല ദിശകളാണ്. ആ പ്രതികൂല ദിശകളോടാക്കിയിട്ട് നമ്മളിന്ന് നിർത്തും. ക്വാ നമ്പറും പ്രതികൂല ദിശകളും. ഇത് ഈ 4 അല്ലാത്തെല്ലാം പ്രതികൂല ദിശകളാണ്. ക്വാ നമ്പർ 1 ഉള്ളവർക്ക് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ് എല്ലാം ഓരോരുത്തർക്കും 4 ഞാൻ കാണിക്കാം. 5 മാത്രം ഇവിടെയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യാസമാണ്. ഇത് പ്രതികൂല ദിശകൾ. ഈ ഡയറക്ഷൻ അവർക്ക് ദോഷകരമായ അവസ്ഥ ഉണ്ടാക്കും. ക്വാ നമ്പർ എന്ന് പറഞ്ഞാൽ 3-ാമത്തെ പുസ്തകത്തിലാണ് വരുന്നത്.
ഇപ്പൊ നമ്മള് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ സംശയത്തിലേക്ക് വരികയാണ്. എന്തെങ്കിലും ഇതിപ്പോ എഴുതാമെന്നില്ല, കാരണം മറ്റേതിനകത്ത് വരാത്ത നാല് ദിശ ഇതിനകത്ത് വരും. അനുകൂല ദിശയിൽ വരാത്ത 4 പ്രതികൂല ദിശ വരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്ന് എടുത്തതിലോ അല്ലാത്ത ജനറലായിട്ടോ എന്തെങ്കിലും വാസ്തുപരമായ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഈ ബലപ്പെടുത്തുന്നതും വീക്കാക്കുന്നതിന്റെ അത് മെത്തേഡ് എങ്ങനെയാ സാർ? അത് ലോഷു സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും. അത് വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അടുത്ത ക്ലാസ്സിൽ അത് റിക്കവർ എടുക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ റിക്കവർ എടുക്കും. ലോഷു സ്ക്വയർ അതെടുത്താലേ നമുക്ക് ശരിക്കും ഓരോന്നിനെയും എങ്ങനെയാണ് എനർജി കൂട്ടുകയും എനർജി കുറയ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളതിൽ 15 കിട്ടുന്ന സംഭവം സാർ? ഏത് എങ്ങനെ 15 കിട്ടുന്നത്? ആ 15 കിട്ടുക എന്നുള്ള അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പല കാര്യങ്ങളുണ്ട്, അതിൽ ഒന്ന് മാത്രം. അപ്പൊ നമ്മള് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമൊന്നുമില്ല ആർക്കും? സാറേ, ഈ കട്ട്ലയുടെ പൊക്കേ സാറേ, അത് നമുക്ക് നോർമലി ഒരു ചാർട്ട് പോലെ ആക്കി വെക്കാൻ പറ്റും സാർ? അതായത് സിംഹയോനി, ഗജയോനിയിലൊക്കെ ഓരോ യോനിയിലും ആക്കിയാലുള്ള ഒരു പക്ഷെ ആക്കുന്നോട് തെറ്റൊന്നുമില്ല. പക്ഷെ അതിനുണ്ട് ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി വരുന്നത്. ഇപ്പം കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടുകൾക്ക് എല്ലാത്തിനും ഒരുപോലെ ചിലപ്പോൾ ഈ പറയുന്ന കട്ടിൽ അവിടെ ചിലപ്പോൾ ആ ഭിത്തിയിൽ ചിലപ്പോൾ ഫിറ്റ് ആയില്ല എന്ന് വരാം. ഇപ്പം വീതി കൂടിപ്പോയെന്ന് വരാം. അങ്ങനെ ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതും കൂടെ നോക്കിയിട്ട് വേണം പ്രാക്ടിക്കലായിട്ട് എടുക്കുമ്പോൾ എടുക്കുക. അതുകൊണ്ടാണ് നമ്മള് സിംഹയോനി എല്ലാം ഇത് കൊള്ളാം, അങ്ങനെ ഒരു ജനറൽ ആയിട്ട് അങ്ങനെ എടുക്കാത്തതുകൊണ്ട് ചില കേസുകളിൽ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രകാരം കട്ടില ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ടില ചിലപ്പം ആ മെയിൻ ഡോർ വരേണ്ട സ്ഥാനം ചിലപ്പോൾ അത് ഫിറ്റ് കൊണ്ടില്ല എന്ന് വരും. ഏകയോനിയിൽ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ അത് എല്ലായിടത്തും ഉപയോഗിക്കാമല്ലോ? അല്ല, അത് എല്ലായിടത്തും ഉപയോഗിക്കാം. ചിലപ്പോൾ ചിലയിടത്ത് പറ്റാതെ വരും. ഞാൻ പറഞ്ഞേ, കാരണം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഭിത്തിയുടെ വീതി 1 മീറ്റർ ഉള്ളതെന്നിരിക്കട്ടെ, അവിടെ 1.25 മീറ്റർ വീതിയുള്ള കഥ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില കേസുകൾ വരും. അങ്ങനെ വരാത്ത കേസുകളെല്ലാം ചെയ്യാം. അങ്ങനെ അല്ല, ഇപ്പൊ നോർമലി നമ്മൾ 1:10 സാറേ ഫ്രണ്ട് ഡോർ വെക്കുന്നത്? സാധാരണ വെക്കാറുള്ളതെന്ന് വെച്ചാല് 2:10 കട്ടില അടക്കാൻ 2:10 ഹൈറ്റ് കൊടുക്കും. 2:10 ഹൈറ്റും കൊടുക്കും. 1 മീറ്റർ അല്ലെങ്കിൽ 1:10 വീതിയും കൊടുക്കും. അതെ സാർ. പക്ഷെ അത് ജനറലാണ്. പക്ഷെ അത് പിന്നെ വാസ്തുപ്രകാരം അങ്ങനെ ആവണമെന്നില്ല. വാസ്തുപ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ദിശയിലേക്കാണോ അതനുസരിച്ച് നോക്കി കണ്ടുപിടിക്കണം. അല്ല സാറേ, ഏകയോനിയിലുള്ള ഒരു അളവ് ഫിക്സ് ചെയ്ത് നമുക്ക് വെച്ചൂടെ എന്ന് ചോദിച്ചത് സാർ. അങ്ങനെ വയ്ക്കാം. പക്ഷെ അത് ചിലപ്പോൾ ചില കേസുകളിൽ പറ്റാതെ വരും. ആ അളവ് ആ വീടിന് അല്ലെങ്കിൽ ആ വീട് കതവ് വരേണ്ട ഭിത്തിയിൽ അത് യോജിക്കാതെ വരും. അങ്ങനെ വരികയാണെങ്കിൽ അത് പ്രശ്നം ഉണ്ടാകും. നമ്മൾ അപ്പൊ ആ ഏത് ഭിത്തിയിലാണ് ഇത് വെക്കുന്നത് നോക്കി ആ ഭിത്തിയിൽ ആ ഭിത്തിക്ക് നല്ല പൊക്കവും വണ്ണമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ ഏത് ഫിറ്റ് ചെയ്യാം. ചിലപ്പോൾ ചില ഭിത്തികൾക്ക് ചിലപ്പോൾ ഒരു സിറ്റൗട്ടിന് വീതി കുറവായിരിക്കും. സിറ്റൗട്ടിന് അകത്തോട്ട് കയറുന്നിടത്ത് ചിലപ്പോൾ 1 മീറ്റർ കാണുള്ളൂ. 1.25 മീറ്ററിന്റെ കഥ അവിടെ വയ്ക്കാൻ പറ്റില്ല എന്ന് വരും. സാർ, അകത്തെ ഡോറെല്ലാം കോമൺ അല്ലേ വരുന്നത്? അന്നേരം അതിനൊരെണ്ണം മെഷർമെന്റ് ഏകീകരിച്ച് വെച്ചൂടെ എന്ന് ചോദിച്ചു. അല്ല, അതിലൊരെണ്ണം മെയിൻ ഡോറിന് വെക്കാൻ പറ്റില്ല. മെയിൻ ഡോറിന് എപ്പോഴും വീതി കൂടിയിരിക്കണമല്ലോ. അതെ അതെ. മെയിൻ ഡോറിന്റെ വീതി എപ്പോഴും കൂടുതലായിരിക്കണം മറ്റു ഡോറുകളെക്കാൾ. അകത്തെ ഡോറിന് ഒരെണ്ണം ഏകീകരിച്ച് വെച്ചൂടെ എന്നാണ് ഞാൻ ചോദിച്ചത്. അന്നേരം ഒരെണ്ണം നമ്മളെ ഫിക്സ് ചെയ്ത് വെക്കാമല്ലോ? അങ്ങനെ ജനറലായിട്ട് വെക്കാം. വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും നമ്മള് അങ്ങനെ ജനറലായിട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു കാണാതെ ഒരു പക്ഷെ അപ്പോഴപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. ഞാനാണ് എല്ലാം ആ സമയത്ത് കാൽക്കുലേറ്റ് കൊടുക്കണം. അപ്പൊ നമുക്ക് ആ സബ്ജക്റ്റ് തറവാകും. ഇത് കൂടുതൽ എത്ര മാത്രം നമ്മൾ ചെയ്യുന്നു അത്രയും നമുക്ക് ഇത് കുറയ്ക്കും. അപ്പൊ ഓരോ വീട്ടിലും അപ്പൊ അവിടെ അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ ഡിസൈൻ ചെയ്യാം. പിന്നെ ഒരു ബിസിനസ് ആ ലെവലിലൊക്കെ കിഴക്കിരിക്ക് പറ്റിയ കട്ടിലയുടെ അളവ് അതനുസരിച്ച് ചെയ്ത് വെക്കുന്ന അങ്ങനെ വല്ലതും ചെയ്യണമെങ്കിൽ അത് നോക്കാം. അങ്ങനെയുള്ളൂ. അങ്ങനെ ഒരുമിച്ച് വേണേൽ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും ആർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഒരു കാര്യം ഇവരോട് പറയാനുണ്ടായിരുന്നേ. പറയൂ. നമ്മുടെ ഈ നാക്റ്റിന്റെ അഡ്മിഷൻ എടുക്കേണ്ട ആൾക്കാർ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ അതിന്റെ ആപ്ലിക്കേഷന് ഫില്ല് ചെയ്ത് അയച്ചു തരണം. ആപ്ലിക്കേഷൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഗ്രൂപ്പിലിടാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് PG ഡിപ്ലോമ ഇൻ വാസ്തുശാസ്ത്രം
അതിൻ്റെ നാക്ടിൻ്റെ ഇന്ത്യ ഗവൺമെൻറ് എംബസി അറ്റസ്റ്റേഷനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾക്ക് കേരളത്തിന് വെളിയിലാണേലും ഇന്ത്യയിൽ എവിടെ വേണേലും പോയി വാസ്തു കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ നാളെ തന്നെ അറിയിക്കുക. ഇതിന് സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുകയോ ചെയ്താലും മതി. സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ സാർ. ഓക്കെ, വേറെ സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിർത്തുകയാണ്. അതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പം ക്ലാസ് ഓഫ് ചെയ്യുന്നു.